സാരംഗ് ഒരു മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനാണ് സ്വന്തം അമ്മയ്ക്ക് നേരെ ഈ രീതിയിൽ ആക്രമണം നടത്തിയത്, അമ്മയെ കൊലപ്പെടുത്തിയത്. എന്താണ് സംഭവത്തിന് കാരണമായത്? ഈ കൊലപാതകം നടക്കുന്ന സമയത്ത് ഇരുവരും മാത്രമായിരുന്നോ വീട്ടിലുണ്ടായിരുന്നത്? ടോം, ഇയാൾ ഭാര്യയുമായി വിട്ടകന്ന് ഇപ്പോൾ അമ്മയുടെ കൂടെയാണ് താമസിക്കുന്നുണ്ടായിരുന്നത്. അതായത് പിതാവ് കുറച്ച് വർഷങ്ങൾക്ക് മുൻപ് മരണപ്പെട്ടിരുന്നു. തുടർന്ന് ഇന്നലെ രാത്രിയാണ് സംഭവം നടന്നത്. 11:30 അമിതമായി മദ്യപിച്ച് മദ്യലഹരിയിൽ ആയിരുന്ന മകൻ കൂടുതൽ മദ്യം എടുക്കാൻ ശ്രമിക്കുന്നതിനിടയിൽ ഇത് അമ്മ തടയുകയും തുടർന്ന് ഇവർ തമ്മിൽ വാക്കുതർക്കം ഉണ്ടാവുകയും തുടർന്ന് ആക്രമിക്കുകയും ചെയ്യുകയായിരുന്നു. കത്തി ഉപയോഗിച്ചാണ് ഈ അമ്മയെ കഴുത്തറുത്തത്. അതായത് ആദ്യം വയറ്റിൽ കുത്തുകയും തുടർന്ന് വീട്ടിൽ നിന്നും ഇറങ്ങി ഓടിയ അമ്മയ്ക്ക് പിന്നാലെ ഇയാൾ ഓടിയെത്തി ഈ ഒരു കിണർപടിയോട് ചേർന്ന് കുത്തി നിർത്തിയതിനു ശേഷം കഴുത്തറക്കുകയായിരുന്നു. മരണം ഉറപ്പിക്കാൻ വേണ്ടി ഇയാൾ കൈകളുടെയും പിന്നീട് കാലുകളിലെയും ഞരമ്പുകളടക്കം മുറിച്ചു എന്നാണ് അറിയുന്നത്. അതായത് ക്രൂരമായൊരു കൊലപാതകമാണ്. ഇതിനു മുൻപും ഇയാൾ ഇത്തരത്തിൽ അമ്മയുമായി വഴക്കിട്ടു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല 5 തവണയോളം ഡി അഡിക്ഷൻ കേന്ദ്രത്തിൽ ഇയാളെ പ്രവേശിപ്പിച്ചിരുന്നു. പക്ഷേ അത്തരത്തിലൊന്നും ഈ ഒരു ലഹരി അടിമത്തത്തിൽ നിന്നും അയാളെ രക്ഷിക്കാൻ കഴിഞ്ഞിട്ടില്ല. മാത്രമല്ല ഇയാൾ ഈ ഒരു കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് ലഭിച്ച മദ്യവും മറ്റും സ്ഥിരമായി മദ്യപിക്കുന്നതും പിന്നെ അത്തരത്തിലുള്ള പ്രശ്നം ഉണ്ടാക്കുന്നതും സ്ഥിരമായിരുന്നു ഈ വീട്ടിൽ. അത്തരത്തിലുണ്ടായ ചെറിയൊരു വാക്ക് തർക്കമായിരുന്നു ഈ ഒരു വലിയൊരു കൊലപാതകത്തിലേക്ക് എത്തിച്ചത്. അതായത് കൊല്ലണം എന്ന ഉദ്ദേശത്തോട് തന്നെയായിരുന്നു. കാരണം കഴുത്തറത്തതിന് ശേഷമാണ് രണ്ട് കൈയിലെയും പിന്നീട് കാലുകളിലെയും ഞരമ്പ് ഈ കത്തി ഉപയോഗിച്ചത്. അതായത് ആപ്പിൾ അങ്ങനെ ഫ്രൂട്ട്സ് കഴിക്കുന്നതിനിടയിലായിരുന്നു അമ്മയുമായി വാക്ക് തർക്കമുണ്ടായത്. അപ്പോൾ ഈ ഫ്രൂട്ട്സ് അരിയാൻ വേണ്ടി ഉപയോഗിച്ച കത്തി എടുത്ത് ഉടൻ തന്നെ ആ പ്രകോപനത്തിൽ, അതായത് അമ്മ വഴക്ക് പറഞ്ഞ പ്രകോപനത്തിൽ ഉടൻ വയറ്റിലേക്ക് കുത്തുകയായിരുന്നു. ഉടൻ നിലവിളിച്ച് പുറത്തേക്ക് ഓടിയ അമ്മയ്ക്ക് പിന്നാലെ എത്തുകയും തുടർന്ന് കൊല്ലുകയും ചെയ്യുകയായിരുന്നു. ഈ നിലവിളി കേട്ടാണ് നാട്ടുകാരൊക്കെ ഇവിടേക്ക് ഓടിയെത്തിയത്. പക്ഷേ ഈ നാട്ടുകാരെ മൃതദേഹത്തിന് അടുത്തേക്ക് വരാൻ സമ്മതിച്ചില്ല. അതിന് പകരം ഈ ഒരു മദ്യക്കുപ്പിയെടുത്ത് അവരെ എറിഞ്ഞ് ഓടിക്കുന്നൊരു സംഭവം ഉണ്ടായിരുന്നു. അതിനുശേഷം പോലീസ് സ്ഥലത്തെത്തിയിട്ടാണ് ഈ മൃതദേഹം അവിടെ നിന്ന് മാറ്റിയതും പിന്നീട് ഇയാൾ അറസ്റ്റ് ചെയ്യുക അടക്കം ചെയ്തത്. നിലവിൽ പോസ്റ്റ്മോർട്ടം നടപടികൾക്കടക്കം ഈ മൃതദേഹം ഇവിടെ നിന്ന് മാറ്റിയിരിക്കുകയാണ്. ഇയാൾ ഉടൻ തന്നെ പോലീസ് അറസ്റ്റ് ചെയ്യുകയും ചെയ്തു. അയാൾ രക്ഷപ്പെടാനോ മറ്റും ശ്രമിച്ചിരുന്നില്ല. ചെറിയ രീതിയിൽ മാനസികാസ്വാസ്ഥ്യമുള്ളതുപോലെ പ്രകടിപ്പിച്ചു എന്ന് നാട്ടുകാർ പറഞ്ഞിരുന്നു. പക്ഷേ അത്തരത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെടാനുള്ള ശ്രമങ്ങളൊന്നും നടത്താതെ അയാൾ പോലീസിന് കീഴടങ്ങുകയായിരുന്നു. ടോം, തീർച്ചയായും ഇയാൾ അങ്ങനെ മാനസിക പ്രശ്നമുള്ള വ്യക്തിയാണോ അതോ മദ്യലഹരിയിൽ നടത്തിയ പരാക്രമം അങ്ങനെയാണോ കാണേണ്ടത്? കാരണം നേരത്തെ സാരംഗ് സൂചിപ്പിച്ചു ഇയാളുടെ നേരത്തെ ഭാര്യയുമായി വേർപിരിഞ്ഞാണ് കഴിയുന്നതെന്ന്. ഈ അജയ്കുമാറിൻ്റെ സ്ഥിരമായിട്ടുള്ള ഈ മദ്യപാനം കാരണം, ആക്രമണം കാരണം ഭാര്യ വീട് വിട്ടു പോയതായിരിക്കുമോ? അപ്പം അത്തരത്തിലാണ് സൂചനകൾ ലഭിക്കുന്നത്. അതായത് സ്ഥിരം മദ്യപാനിയായ ഇയാളൊപ്പം ജീവിക്കാൻ കഴിയാത്ത രീതിയിലായതിനു ശേഷം ഭാര്യ വിട്ടു പോയതെന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. പിന്നീട് അമ്മയോടൊപ്പമായിരുന്നു കുറേ കാലമായി ഇയാൾ താമസിച്ച് വരുന്നത്. തുടർന്ന് എല്ലാ ദിവസവും ഇത്തരത്തിൽ മദ്യപിച്ചെത്തിയുള്ള പ്രശ്നങ്ങളുണ്ടായിരുന്നു. പിന്നീട് ഇതിനിടയിൽ പലതവണ നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ചിരുന്നു. ഈ ഒരു മദ്യപാനശീലം, അതായത് മദ്യത്തിന് അടിമയായിരുന്നു ഇയാൾ, മറ്റ് ലഹരി ഉപയോഗിച്ചിരുന്നു എന്നൊക്കെ നാട്ടുകാരുടെ വിവരങ്ങൾ നൽകുന്നുണ്ട്. പക്ഷേ സ്ഥിരം മദ്യപാനിയായിരുന്നു. ഈ കോട്ടയിൽ ലഭിച്ചിരുന്ന മദ്യം സ്ഥിരമായി മദ്യപിക്കുകയും പിന്നീട് ഈ ഒരു വീട്ടുകാർ അമ്മയുമായി വഴക്കിടുന്നതൊക്കെ സ്ഥിരമായി നടക്കുന്നൊരു സംഭവമായിരുന്നു. പക്ഷേ ഇത്തരത്തിൽ ആക്രമിക്കുന്നൊരു സംഭവം ആദ്യമായിട്ടാണ്. ഈ ഒരു മദ്യലഹരിയിൽ നിന്ന സമയത്ത് കൂടുതൽ മദ്യം, അതായത് വീട്ടിൽ തന്നെ സൂക്ഷിച്ചിരുന്ന കൂടുതൽ മദ്യം എടുക്കാൻ ശ്രമിച്ചതും അത് അമ്മ തടഞ്ഞതും, അതായത് അത്തരത്തിൽ ഇനി മദ്യപിക്കേണ്ട എന്ന് പറഞ്ഞ് ശകാരിച്ച് അതിൽ പ്രകോപിതനായിട്ടാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൃത്യം നടത്തിയതെന്നാണ് പോലീസും നാട്ടുകാരുമെല്ലാം പറയുന്നത്. ആ ഒരു മദ്യലഹരിയിൽ നടന്ന ഒരു സംഭവമായിട്ടാണ് ഇപ്പോൾ നിലവിൽ മനസ്സിലാക്കാൻ കഴിയുന്നത്. ഇതിനു മുൻപ് ഇത്തരത്തിൽ ആക്രമിച്ചിട്ടുണ്ടോ, അത് മാത്രമല്ല ഇങ്ങനെ കൊലപാതക ശ്രമം അടക്കമുള്ള ശ്രമങ്ങൾ നടത്തിയിട്ടുണ്ട്. കാരണം 5 തവണയൊക്കെ പറയുമ്പോൾ 5 തവണ ഡി അഡിക്ഷൻ സെൻ്ററിൽ എത്തിച്ചു എന്ന് പറയുമ്പോൾ തന്നെ അയാൾ മദ്യത്തിന് അടിമയാണെന്ന് തന്നെ ഉറപ്പിച്ച് പറയാം. മാത്രമല്ല എന്നിട്ടും അവിടെ നിന്ന് ഫലം കാണാതെ ആയപ്പോഴാണ് ഇത്തരത്തിൽ ഈ ഒരു വീട്ടിലേക്ക് തന്നെ എത്തിക്കുകയും പിന്നീട് ഇങ്ങനെ ഒരു ക്രൂര സംഭവത്തിൽ, അതായത് ക്രൂര കൊലപാതകത്തിലേക്ക് അടക്കം കാര്യങ്ങൾ എത്തിയത്. മാത്രമല്ല ഈ ഒരു മരിച്ച അമ്മയടക്കം റിട്ടയർഡ് SP കമ്മീഷണർ ഓഫീസിലെ ഉദ്യോഗസ്ഥയടക്കമായിരുന്നു. ഈ ഒരു കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥനായ ഇദ്ദേഹത്തിന് കോട്ട വഴി ലഭിച്ച മദ്യം പിന്നീടും, അതായത് മദ്യലഹരിയിലായിരുന്ന ഇയാളെ വീണ്ടും മദ്യം എടുത്ത് കഴിക്കാൻ ശ്രമിച്ചതിനെ തുടർന്നുണ്ടായ ഒരു പ്രകോപനം, ആ സമയത്ത് മദ്യലഹരിയിലായിരുന്നു. അത് തടഞ്ഞത് അയാൾക്ക് ഇഷ്ടപ്പെടാതെ. തീർച്ചയായും സാരംഗ് സൂചിപ്പിച്ചതുപോലെ ഉയർന്ന സാമ്പത്തിക ശേഷിയുള്ള കുടുംബം, സ്ഥിരമായി മദ്യപിക്കുന്ന മകൻ, യഥാർത്ഥത്തിൽ മദ്യം തന്നെയല്ലേ ആ കുടുംബത്തെ തകർത്തത്? ഈ അജയ്കുമാർ എന്ന മുൻ കോസ്റ്റ് ഗാർഡ് ഉദ്യോഗസ്ഥൻ്റെ ജീവിതം നശിപ്പിച്ചത്? സാരംഗ്,
തീർച്ചയായും ആ ഒരു മദ്യത്തിനോടുള്ള ആ ഒരു ആസക്തിയാണ് ഇത്തരത്തിലൊരു ക്രൂരമായ കൊലപാതകത്തിലേക്ക് കാര്യങ്ങൾ എത്തിച്ചത്. കാരണം ഈ ഒരു ചെറിയൊരു കാര്യം, അതായത് കൂടുതൽ മദ്യപിച്ച് വീട്ടിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്ന പതിവായതുകൊണ്ട് തന്നെയായിരിക്കണം അമ്മ വീണ്ടും മദ്യക്കുപ്പി എടുക്കാൻ വേണ്ടി ശ്രമിച്ച സമയത്ത് തടഞ്ഞതും. അതായത് കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കാതിരിക്കാൻ, മദ്യലഹരിയിലാകുമ്പോൾ ഈ ഒരു മകൻ കൂടുതൽ അക്രമകാരിയാകുമെന്ന് മനസ്സിലാക്കിയ അമ്മ അത്തരത്തിൽ തടഞ്ഞതായിരിക്കണം. കാരണം വർഷങ്ങളായി ഈ ഒരു മദ്യത്തിന് അടിമയായിരിക്കുന്ന മകനെ ഈ ഒരു അടിമത്തത്തിൽ നിന്ന് രക്ഷിക്കാനുള്ള ഒരു ശ്രമം, ആ ഒരു ശ്രമത്തിനിടയിലായിരുന്നു അമ്മയ്ക്കും ഈ ഒരു ദാരുണ അന്ത്യം ഉണ്ടായിരിക്കുന്നത്. ഭാര്യയുമായി വിട്ടുനിൽക്കുകയായിരുന്നു ഇയാൾ. ഈ ഒരു കുടുംബ പശ്ചാത്തലം തന്നെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ ഒരു മദ്യത്തിന് അടിമയായതിൻ്റെ പേരിൽ ഈ ഒരു സ്വന്തം കുടുംബമായി ഭാര്യയുമായി അകന്നു നിൽക്കുന്നു. അമ്മയും ഇത്തരത്തിൽ ഈ ഒരു മകൻ്റെ ലഹരിക്ക് അടിമയായ മകൻ്റെ കൈകൊണ്ട് ഇത്തരത്തിൽ ക്രൂരമായ മരണത്തിന് കീഴടങ്ങുന്നു. അങ്ങനെ മദ്യം തന്നെയാണ് ഇവിടെ. മദ്യം മാത്രമാണോ എന്ന് തീർത്ത് പറയാൻ കഴിയില്ല. കാരണം നിലവിൽ മദ്യ ലഹരിയിലാണ് ഇദ്ദേഹം ഈ കൃത്യം ചെയ്തത്. മറ്റ് ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമല്ല. കാരണം പോലീസ് അറസ്റ്റ് ചെയ്ത് ഇയാളെ കൂടുതൽ പരിശോധനകൾക്ക് ശേഷമേ മറ്റ് ലഹരികൾ എന്തെങ്കിലും ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യം വ്യക്തമാവുകയുള്ളൂ. നിലവിലെ സൂചനകൾക്കനുസരിച്ച് ഈ ഒരു വാക്ക് തർക്കം, ചെറിയൊരു വാക്ക് തർക്കം മാത്രമായിരുന്നു നടന്നത്. ആ വാക്ക് തർക്കത്തിന്റെ പേരിലാണ് ഈ ഒരു ക്രൂരമായ കൊലപാതകം നടന്നത്. കേട്ടോ. യെസ്, സാരംഗ്, ഈ സംഭവത്തിന് ശേഷം ഈ അനിൽകുമാറിൻ്റെ മുഖഭാവം കണ്ടു കഴിഞ്ഞാൽ യാതൊരു കുറ്റബോധവുമില്ല. ഒരു സാധാരണ വളരെ എനിക്ക് തോന്നുന്നു പുഞ്ചിരിയോട് കൂടി തന്നെയാണ് പോലീസ് കസ്റ്റഡിയിൽ എടുക്കുമ്പോൾ, പോലീസ് ജീപ്പിലേക്ക് കയറുമ്പോൾ പോലും ഇയാളെ കാണപ്പെടുന്നത്. അതായത് മദ്യത്തിൻ്റെ ലഹരിയിൽ സ്വബോധം നഷ്ടപ്പെട്ട് നടത്തിയ ആക്രമണം, ഇതേക്കുറിച്ചൊന്നും ഇയാൾക്ക് യാതൊരു ബോധവുമില്ല എന്ന് തന്നെയല്ലേ മനസ്സിലാക്കേണ്ടത്? ഈ അമ്മയെ കൊലപ്പെടുത്തിയതിൻ്റെ യാതൊരു കുറ്റബോധവും പ്രതിക്കില്ലല്ലോ. തീർച്ചയായിട്ടും. കാരണം ദൃശ്യങ്ങൾ നമുക്ക് വ്യക്തമാണ്. കാരണം യാതൊരുവിധ കൂസലുമില്ലാതെയാണ് ഇയാൾ പോലീസ് അറസ്റ്റ് ചെയ്യുമ്പോൾ അടക്കം നിൽക്കുന്നതും അദ്ദേഹത്തിൻ്റെ മുഖഭാവത്തിലടക്കം അത് വ്യക്തമാണ്. മാത്രമല്ല, ഈ ഒരു കൊലപാതകം നടത്തിയതിന് ശേഷം, കഴുത്തറുത്ത് കൊലപാതകം നടത്തിയതിന് ശേഷം മദ്യമൊഴിച്ച് ഈ മൃതദേഹം കത്തിക്കാനടക്കം ശ്രമിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. കാരണം ആ ഒരു അത്രയും അടങ്ങാത്ത ഒരു ദേഷ്യം, അല്ലെങ്കിൽ ആ ഒരു മദ്യ തടഞ്ഞത്, അതായത് ഇത് കഴിക്കാൻ സമ്മതിക്കാത്തതിനുള്ള ഒരു ദേഷ്യം ഈ അമ്മയോടുള്ള ഉണ്ടായിരുന്നിരിക്കണം. അതായിരിക്കണം ഈ ഒരു ഇത്രയും ക്രൂരമായി, അതായത് കൊലപ്പെടുത്തിയതിന് ശേഷം വീണ്ടും ഈ ഒരു മദ്യമൊഴിച്ച് കത്തിക്കാൻ ശ്രമിക്കുക. ആ തീ പിന്നീട് താനെ അണഞ്ഞു എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. അതായത് ഇതിൽ ചെയ്ത കുറ്റത്തിന്, അതായത് ഈ ക്രൂരകൃത്യത്തിന് യാതൊരുവിധ കുറ്റബോധമോ അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒട്ടും വ്യക്തമല്ല. മാത്രമല്ല, വളരെ പോലീസുമായി സഹകരിച്ചുകൊണ്ട് തന്നെ അറസ്റ്റിന് സഹകരിച്ചുകൊണ്ട് തന്നെ ഒപ്പം നിൽക്കുന്നു, ചിരിച്ചുകൊണ്ട് നിൽക്കുന്നു. ആ ഒരു മദ്യലഹരിയിൽ തന്നെയാണ് ചെയ്ത കുറ്റത്തിൻ്റെ ഒരു ആഴവും പരപ്പും, കൊന്നത് ആരെയാണെന്ന് പോലും ഈ ഒരു അംഗീകരിക്കാത്ത തരത്തിലുള്ള ഒരു നിൽപ്പും ഭാവവുമാണ് അദ്ദേഹം കാണിക്കുന്നത്. ഈ ഒരു നേരത്തെ സൂചിപ്പിച്ച പോലെ തന്നെ മദ്യം മാത്രമാണോ എന്ന കാര്യത്തിൽ വ്യക്തതയില്ല. മദ്യപിച്ച് ഉണ്ടായ തർക്കം എന്നാണ് നാട്ടുകാരടക്കം പറയുന്നത്. ആ സമയത്ത് അമ്മ മാത്രമേ വീട്ടിലുള്ളൂ. അദ്ദേഹം വേറെ എന്തെങ്കിലും ലഹരി ഉപയോഗിച്ചിട്ടുണ്ടോ എന്ന കാര്യവും വ്യക്തമല്ല. എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും ഈ ഒരു ക്രൂരമായ ഒരു കൃത്യം ചെയ്തതിൻ്റെ ഒരു യാതൊരുവിധ കുറ്റബോധമോ ഒരു മനോവിഷമോ ഒന്നും തന്നെ ഇല്ലാത്ത രീതിയിലാണ് ദൃശ്യങ്ങളടക്കം നമുക്ക് വ്യക്തമാണ് അദ്ദേഹം നിൽക്കുന്നതും തുടർന്ന് പോലീസ് അറസ്റ്റ് ചെയ്ത് കൊണ്ടുപോകുന്നതടക്കം. ടോം. സാരംഗ് സുധാകരനാണ് തിരുവനന്തപുരത്തു നിന്നും വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത ഇടുക്കിയിൽ നിന്ന് വരുന്നുണ്ട്. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷ. പ്രതി ആലിയക്കുന്നേൽ ഹമീദിന് ആണ് കോടതി ശിക്ഷ വിധിച്ചത്. പ്രതിയെ മരണം വരെയും തൂക്കിക്കൊല്ലാനാണ് വിധി. ആ വാർത്ത വിശദമായി പരിശോധിക്കുന്നതിന് മുൻപ് മറ്റൊരു വാർത്തയിലേക്ക് പോവുകയാണ്. കൊല്ലം ചടയമംഗലത്ത് ആഭിചാര ക്രിയയ്ക്ക് തയ്യാറാക്കുന്നതിനെ തുടർന്ന് ഭാര്യയുടെ മുഖത്ത് ഭർത്താവ് മീൻകറി ഒഴിച്ച് പൊള്ളിച്ചു. ചടയമംഗലം സ്വദേശി റെജീലയുടെ മുഖത്താണ് പൊള്ളലേറ്റത്. കഴിഞ്ഞ ദിവസമാണ് സംഭവം. റെജീല ചികിത്സയിലാണ്. റെജീലയുടെ ഭർത്താവിനെതിരെ പോലീസ് കേസെടുത്തിട്ടുണ്ട്. അദ്ദേഹം പറഞ്ഞ കാര്യത്തിന് മറുപടി പറഞ്ഞപ്പം വലുത് കൊണ്ട് തട്ടി ഇറങ്ങിയതാണ്. കാരണമെന്ന് വെച്ചാൽ 2-3 ആഴ്ചയ്ക്ക് മുന്നേ ഉസ്താദിൻ്റെ അടുത്ത് പോയി കുറച്ച് എന്തൊക്കെയോ താഴോ ഇതൊക്കെ കൊണ്ടുവന്നായിരുന്നു. അപ്പോൾ അത് തലമുടി വെച്ചിട്ട് കസേരയിൽ ഉഴിയാനാന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇരുന്ന് കൊടുത്തില്ല. അതിന് ഞാൻ പ്രതികരിക്കുകയൊക്കെ ചെയ്തു. അതിൻ്റെ തലേ ദിവസം ഞങ്ങളുടെ ജീവിതവുമായിട്ട് ബന്ധപ്പെട്ടുള്ള കുറച്ച് കാര്യങ്ങൾ നമ്മൾ പ്രതികരിച്ചായിരുന്നു. ഞാൻ സംസാരിച്ച് ആദ്യമൊന്നും ഞാൻ തോന്നെ പ്രതികരിച്ച് സംസാരിക്കില്ലായിരുന്നു. പക്ഷെ ഇപ്പം ഞാൻ പ്രതികരിച്ച് സംസാരിക്കും. അതിഷ്ടമായില്ല. വിശദാംശങ്ങളുമായി എസ് വിനീഷ് ചേരുന്നു കൊല്ലത്ത് നിന്ന്. വിനീഷ്, ഭാര്യയുടെ മുഖം, ആ സ്ത്രീയുടെ മുഖം കണ്ടു കഴിഞ്ഞാൽ അറിയാം ഗുരുതരമായ രീതിയിൽ പൊള്ളലേറ്റിട്ടുണ്ട്. ആഭിചാര ക്രിയയ്ക്ക് തയ്യാറാകത്തിൻ്റെ പേരിലാണ് ഭർത്താവ് ആക്രമിച്ചതെന്നാണ് പരാതിയിൽ പറയുന്നത്. എന്താണ് യഥാർത്ഥത്തിൽ സംഭവിച്ചത് വിനീഷ്?
ടോം, കഴിഞ്ഞ ദിവസം രാവിലെയാണ് ഈ കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. ആയൂരാണ്. ആയൂര് വൈക്കൽ എന്ന ഒരു സ്ഥലം, വഞ്ചിപ്പെട്ടി എന്ന ഒരു മുസ്ലിം ദേവാലയമുണ്ട്. അതിന് സമീപത്തായിട്ടാണ് ഇവർ വാടകയ്ക്ക് താമസിച്ചിരുന്ന ദമ്പതികൾ. ഇവർ തമ്മിലുണ്ടായ ഒരു തർക്കമാണ് ഇത്തരത്തിലുള്ള ഒരു അക്രമത്തിലേക്ക് നയിച്ചതെന്നാണ് ഇപ്പോൾ നമുക്ക് പ്രാഥമികമായി ലഭിക്കുന്ന വിവരം. സംഭവവുമായി ബന്ധപ്പെട്ട് ചടയമംഗലം പോലീസാണ് കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR എടുത്തിട്ടുമുണ്ട്. ഇതിൽ നമുക്ക് ദൃശ്യങ്ങൾ തന്നെ വ്യക്തമാണ്. ഭാര്യ റജീലയുടെ മുഖം പൊള്ളിയ ഒരു അവസ്ഥയാണ്. തിളച്ച മീൻകറി ഭർത്താവ് എടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഒഴിക്കുകയായിരുന്നു എന്നാണ് ഇവർ ഇപ്പോൾ പരാതി നൽകിയിരിക്കുന്നത്. അതുമായി ബന്ധപ്പെട്ടുള്ള FIR ആണ് ഇപ്പോൾ ചടയമംഗലം പോലീസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. ഇവർ പോലീസിന് നൽകിയ മൊഴി ഇപ്രകാരമാണ് ടോം. ആഭിചാര ക്രിയയുമായി ബന്ധപ്പെട്ട് തന്നെ, അതായത് ടോം ഇപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇവരുടെ ദേഹത്ത് എന്തോ ബാധ കയറി എന്നുള്ള ഒരു സംശയം ഇവരുടെ ഭർത്താവിനുണ്ടായിരുന്നു എന്നിവർ പറയുന്നുണ്ട്. ഈ സംശയത്തെ തുടർന്ന് ചില മന്ത്രവാദിനിയുടെ മുന്നിൽ ഇവരുമായി പോയിട്ടുണ്ട് എന്ന് പറയുന്നു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഈ ഭർത്താവ് ഈ മന്ത്രവാദിനിയുടെ കയ്യിൽ നിന്നും ഒരു തകിടും ഭസ്മവും ഒക്കെ ചേർത്ത് ഇവരുടെ ശരീരത്തിൽ കെട്ടണമെന്ന് ആവശ്യപ്പെട്ടു. പക്ഷേ ഇത് ഇവർ കെട്ടാൻ തയ്യാറായില്ല എന്നാണ് ഇപ്പോൾ പോലീസിന് മൊഴി നൽകിയിരിക്കുന്നത്. ഇതിലുണ്ടായ ഒരു പ്രകോപനമാണ് ഇത്തരത്തിലുള്ള അക്രമത്തിലേക്ക് നയിച്ചത്. ഉടൻ തന്നെ ഈ ഭർത്താവ് ഈ ഉസ്താദ്, അതായത് ഇവരുടെ മതപരമായിട്ട് ഉസ്താദുമായിട്ട് ഏതോ ഒരു ഉസ്താദിനെയാണ് ഇവർ പോയി കണ്ടതെന്ന് പറയുന്നു. ഉസ്താദ് ഫോണിലൂടെ ഫോൺ ചെയ്ത് ഇത് കെട്ടാനായി നിർബന്ധിച്ചു എന്നൊക്കെ ഇവരുടെ മൊഴിയുണ്ട്. എന്തായാലും ഇതും ഇവർ കേൾക്കാൻ തയ്യാറാകാതെ വന്നതോടുകൂടിയാണ് ഈ ഭർത്താവ് ഈ പ്രകോപനപരമായിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവുകയും ഈ അടുക്കളയിൽ തിളച്ച മീൻകറി എടുത്ത് ഇവരുടെ മുഖത്തേക്ക് ഒഴിക്കുകയും ചെയ്തത്. ഗുരുതരമായിട്ട് പൊള്ളലാണ് ഇവരുടെ മുഖത്ത് ഏൽക്കേണ്ടി വന്നത്. ഇവരുടെ നിലവിളി കേട്ട് നാട്ടുകാർ ഓടിയെത്തിയപ്പോഴേക്കും ഇവരുടെ ഭർത്താവ് അവിടെ നിന്നും ഓടി രക്ഷപ്പെട്ട സാഹചര്യം ഉണ്ടായിരുന്നു. നാട്ടുകാരിടപെട്ടാണ് ഇവരെ അഞ്ചൽ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചത്. എന്തായാലും ഇപ്പോൾ അവർക്ക് ചികിത്സ ലഭ്യമായി. മുഖത്ത് പൊള്ളല് ഏറ്റിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ടുള്ള ചികിത്സയിൽ തുടരുന്നു. ചടയമംഗലം പോലീസ് കേസെടുത്തിട്ടുണ്ട്. ഈ ഭർത്താവിനായിട്ടുള്ള അന്വേഷണം ഊർജിതമാക്കിയതായിട്ടാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്ന വിവരം. ടോം, തീർച്ചയായും അങ്ങനെ ഒരു ആഭിചാരക്രിയയ്ക്ക് നിർബന്ധിച്ചു എന്ന് പറയുന്നുണ്ട്. അങ്ങനെ ഈ ആഭിചാരക്രിയ ആരുടെ നിർദ്ദേശപ്രകാരമാണ് ഈ ഭർത്താവ് നടപ്പാക്കാൻ ശ്രമിച്ചത്? ഇക്കാര്യങ്ങളെക്കുറിച്ച് എന്തെങ്കിലും വിവരമുണ്ടോ? ഇതിന് മുൻപ് ഭാര്യയ്ക്ക് നേരെ ഇയാളുടെ ഭാഗത്തുനിന്ന് ആക്രമണം ഉണ്ടായിട്ടുണ്ടോ? അത്തരം പരാതി പോലീസിന് മുൻപാകെ ലഭിച്ചിരുന്നോ വിനീഷ്? ടോം, ഇതുമായി ബന്ധപ്പെട്ട് പരാതികൾ നേരത്തെ ലഭ്യമായിട്ടില്ലെങ്കിൽ പോലും ഇവർ ക്രൂരമായിട്ടുള്ള ഇത്തരത്തിലുള്ള ഈ പീഡനങ്ങൾക്ക് ഇരയായതായിട്ട് ഇവർ പറയുന്നുണ്ട്. പക്ഷേ ഭർത്താവാണ് എല്ലാം സഹിച്ച് ഇവർ കഴിയുകയായിരുന്നു എന്നാണ് ഇപ്പോൾ മൊഴി നൽകിയിരിക്കുന്നത്. ഇവർക്കൊരു മകൻ കൂടിയുണ്ട്. മകൻ്റെ ബർത്ത്ഡേ ആയിരുന്നു എന്നും പറയുന്നുണ്ട് കഴിഞ്ഞ ദിവസം. ആ ബർത്ത്ഡേ തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു അക്രമവും നടന്നിരിക്കുന്നത്. ഇവരുടെ ശരിക്കും പറഞ്ഞാൽ ഈ ഭാര്യയും ഭർത്താവും തമ്മിലുണ്ടായ ചില സൗന്ദര്യപ്പിണക്കങ്ങളൊക്കെ ആകാം ഒരുപക്ഷെ വലിയൊരു അക്രമത്തിലേക്ക് തന്നെ ഇപ്പോൾ വഴിവെച്ചിരിക്കുകയാണ്. ഇത് ഈ ഭർത്താവ് തെറ്റിദ്ധരിച്ചുകൊണ്ട് ഇവരുടെ ദേഹത്ത് എന്തോ ബാധ കൂടി അല്ലെങ്കിൽ ജിന്ന് കയറി എന്നുള്ള ഒരു തെറ്റിദ്ധാരണ മൂലമാണ് ഇവർ ഒരു മന്ത്രവാദിയെ സമീപിച്ചത് എന്നൊക്കെയാണ് ഇവരുടെ മൊഴിയിൽ പറയുന്നത്. പക്ഷേ ഇതാണ് ഈ ഒരു വലിയൊരു അക്രമത്തിലേക്ക് നയിച്ചിരിക്കുന്നത്. ടോം, എന്തായാലും ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഇപ്പോൾ അന്വേഷിക്കുന്നുണ്ട്. ഈ സ്ത്രീക്കെതിരെയുള്ള ഒരു പീഡനം കുറ്റം, ഭർത്തൃണ്ടായ ഒരു പീഡനം, ഈ വകുപ്പുകൾ ചുമത്തിയാണ് ഇപ്പോൾ ഒരു കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്. FIR അത് സൂചിപ്പിക്കുന്നുണ്ട്. എന്തായാലും അന്വേഷണം ഊർജിതമായി നടക്കുന്നുണ്ട്. ഇയാൾക്കായിട്ടുള്ള അന്വേഷണം ഉടൻ തന്നെ ഇയാൾ പിടിയിലാകുമെന്നാണ് ചടയമംഗലം CI നമ്മളോടൊപ്പം വ്യക്തമാക്കിയത്. ടോം, എസ് വിനീഷാണ് കൊല്ലത്ത് നിന്ന് വിവരങ്ങൾ നൽകിയത്. മറ്റൊരു പ്രധാനപ്പെട്ട വാർത്ത അല്പസമയം മുമ്പ് വന്ന വാർത്തയിലേക്കാണ്. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതിക്ക് വധശിക്ഷ. പ്രതി ആലിക്കുന്നൽ ഹമീദിനാണ് തൂക്കുകയർ വിധിച്ചത്. പ്രതിയെ മരണം വരെ തൂക്കിക്കൊല്ലാനാണ് വിധി. ഈ ഹമീദ് സ്വന്തം മകനെയും മരുമകളെയും കൊച്ചുമക്കളെയും അടക്കം വീടിന് തീ കൊളുത്തി ചുട്ടരിച്ച് കൊന്ന കേസിലാണ് ശിക്ഷാവിധി. വിവരങ്ങളുമായി സാഗർ ചേരുന്നുണ്ട് തൊടുപുഴയിൽ നിന്ന്. സാഗർ, നാടിനെ നടുക്കിയ സംഭവമായിരുന്നു 2022 ചീനിക്കുഴി കൂട്ടക്കൊലപാതകം. സ്വത്ത് തർക്കത്തെ തുടർന്ന് സ്വന്തം മകനെയും കുടുംബത്തെയും ചുട്ടരിച്ചു കൊന്ന പിതാവ്. ഇയാൾക്ക് വധശിക്ഷ തന്നെയാണ് വിധിച്ചിരിക്കുന്നത്. അതായത് പ്രോസിക്യൂഷന്റെ ആവശ്യം പൂർണ്ണമായും കോടതി അംഗീകരിക്കുകയായിരുന്നു. ടോം, തീർച്ചയായും ഈ ആലിയക്കുന്നൽ ഹമീദ് നടത്തിയ കുരുതി അത് പ്രോസിക്യൂഷന് കൃത്യമായി കോടതിക്ക് മുന്നിൽ എത്തിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ് ഇത്തരത്തിലൊരു ശിക്ഷയ്ക്ക് ഇപ്പോൾ കാരണമായിരിക്കുന്നത്.
പ്രതിക്ക് മരണം വരെ തൂക്കി കൊല്ലുവാനാണ് കോടതി വിധിച്ചിരിക്കുന്നത്. ഇന്ന് ഉച്ചയ്ക്ക് 2 മണിയോടുകൂടിയാണ് ജഡ്ജി ഈ കാര്യം കോടതി അറിയിച്ചത്. പ്രതി 2022 മാർച്ച് 19 ഇത്തരത്തിൽ മനുഷ്യ മനസാക്ഷിയെ പോലും മരവിപ്പിക്കുന്ന വിധം മാർച്ച് 19 ഇത്തരത്തിലൊരു ക്രൂര കൊലപാതകം നടത്തിയത്. ആദ്യം തന്നെ ഈ കൊലപാതകം ഭക്ഷണത്തിന്റെ പേരിൽ ഉള്ളതായിരുന്നു എന്നാണ് പുറത്തു വന്ന വാർത്തകൾ. എന്നാൽ പിന്നീടുള്ള വിശദമായ അന്വേഷണത്തിലാണ് സ്വത്തിന്റെ പേരിലുള്ള തർക്കവും ഭക്ഷണത്തിന് കറി വിളമ്പുന്നതും മറ്റും സംബന്ധിച്ച തർക്കങ്ങളും തുടർന്നുണ്ടായ വൈരാഗ്യവുമാണ് ഇത്തരത്തിലൊരു കൊലപാതകത്തിലേക്ക് ഹമീദിനെ എത്തിച്ചതെന്നാണ് പോലീസ് അന്വേഷണത്തിൽ തെളിഞ്ഞത്. ഹമീദിന്റെ മകനായ മുഹമ്മദ് ഫൈസലിന്റെ ഭാര്യ ഷീബ, ഇവരുടെ മക്കളായ 16 വയസ്സുള്ള മെഹറിൻ, 11 വയസ്സുകാരി അസ്ന എന്നീ 4 പേരെയാണ് ഹമീദ് ക്രൂരമായ രീതിയിൽ കൊലപ്പെടുത്തിയത്. വീടിനുള്ളിലേക്ക് പെട്രോൾ കുപ്പി എറിഞ്ഞ് തീ കൊളുത്തിയാണ് ഈ സ്വന്തം മകൻ കുടുംബത്തെ പിതാവ് ഹമീദ് കത്തിച്ച് കൊലപ്പെടുത്തിയെന്നാണ് കോടതി കണ്ടെത്തിയിരിക്കുന്നത്. അപൂർവമായ കേസായിട്ടാണ് കോടതി ഇതിനെ നിരീക്ഷിച്ചത്. കാരണം സ്വന്തം പിതാവിനാൽ തന്നെ മകനും മകന്റെ ഭാര്യയും 2 കുഞ്ഞു മക്കളും അടങ്ങുന്ന കുടുംബത്തെ ഇല്ലാതാക്കിയ ഈ തരത്തിലുള്ള പിതാവിന്റെ ഈ ക്രൂരകൃത്യത്തെ അപൂർവമായാണ് കോടതി വിലയിരുത്തിയത്. ഈ വീടുകളിലേക്കുള്ള വൈദ്യുതി ബന്ധം മുഴുവൻ വിച്ഛേദിച്ച ശേഷം വാട്ടർ ടാങ്കിലെ വെള്ളം മുഴുവൻ ഒഴുക്കിക്കളഞ്ഞ് പൈപ്പും മറ്റും മുറിച്ചു മാറ്റിയാണ് ഹമീദ് അന്ന് വീടിന് തീയിട്ടത്. അതുകൊണ്ട് തന്നെ ഈ പ്രതി മരണപ്പെട്ട ഈ ഹമീദിന്റെ മക്കൾ രക്ഷപ്പെടരുതെന്ന കരുതിക്കൂട്ടിയുള്ള ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് ഹമീദ് ഇവരെ കൊലപ്പെടുത്തിയതെന്ന് ഈ ഒരു കാര്യത്തിൽ തന്നെ കോടതിക്ക് ബോധ്യമായി കഴിഞ്ഞു. അതുകൊണ്ട് തന്നെയാണ് ഇത്തരത്തിലുള്ളൊരു വധശിക്ഷയ്ക്ക് ഹമീദിനെ വധശിക്ഷയ്ക്ക് വിധിച്ചതും. ഈ ഹമീദ് പെട്രോൾ കുപ്പി എറിഞ്ഞതിന് സാക്ഷിയായ അയൽവാസി ഉൾപ്പെടെ 78 പേരാണ് ഈ ഹമീദിനെതിരെ കോടതിയിൽ മൊഴി നൽകുവാനായി എത്തിയത്. മനുഷ്യ മനസാക്ഷിയെ ഞെട്ടിക്കുന്ന കൊലപാതകമാണ് നടന്നതെന്നും ഈ നിഷ്കളങ്കരായ 4 പേരെയാണ് പ്രതി ചുട്ടുകൊന്നതെന്നും കോടതി നിരീക്ഷിച്ചു. മുഴുവൻ തെളിവുകളും കോടതിയിൽ ഹാജരാക്കി പോലീസിന് കൃത്യമായ രീതിയിൽ തന്നെ കുറ്റപത്രം സമർപ്പിക്കാൻ കഴിഞ്ഞിരുന്നു. അതുകൊണ്ട് തന്നെ ഇയാൾ കഴിഞ്ഞ ഈ 2022 മാർച്ച് 19 അന്ന് തന്നെ തീർച്ചയായും സാഗർ സൂചിപ്പിച്ചതുപോലെ ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ് ഈ പിതാവ് ചെയ്തത്. സ്വന്തം മകനെ അടക്കം ചുട്ടരിച്ചു കൊന്ന ഹമീദിൻ്റെ ക്രൂരതയ്ക്ക് കോടതി കൊടുത്തത് ഏറ്റവും മാതൃകാപരമായ ശിക്ഷയാണ്. നമുക്കറിയാം ഈ സംഭവത്തിന് മുൻപ്, ഈ കൂട്ടക്കുരുതിക്ക് മുൻപ് ഇയാൾ സ്വന്തം മകനെയും കുടുംബത്തെയും ഭീഷണിപ്പെടുത്തിയതാണ്. താൻ ഈ കൂട്ടക്കൊലപാതകം നടത്തും, നിങ്ങളെ കൊല്ലും, അതിനുശേഷം ജയിലിൽ പോകും, ജയിലിൽ സുഖജീവിതമാണ്, മട്ടൻ കറി ഉൾപ്പെടെ ലഭിക്കും, എനിക്ക് അവിടെ യാതൊരു കുറവും ഉണ്ടാകില്ല, താൻ ജയിലിൽ സുഖജീവിതമായിരിക്കുമെന്നൊക്കെ പറഞ്ഞ ഹമീദിന്, പക്ഷേ ഹമീദ് കണക്കാക്കിയതുപോലെ ആയില്ല കാര്യങ്ങൾ. കോടതി ജീവപര്യന്തമല്ല വിധിച്ചത്, ഹമീദിൻ്റെ ഒരു കണക്കൂട്ടലായിരുന്നു. കാരണം പ്രായമൊക്കെ പരിഗണിച്ചുകൊണ്ട് ഒരു ജീവപര്യന്ത ശിക്ഷ, ജയിലിൻ്റെ ശിഷ്ടകാലം ജീവിക്കാമെന്ന്. പക്ഷേ ആ കണക്കൂട്ടലെല്ലാം തെറ്റിച്ചുകൊണ്ട് കോടതി നൽകിയത് ഏറ്റവും മാതൃകാപരമായ ശിക്ഷ. ഇത് പ്രോസിക്യൂഷൻ ഉന്നയിച്ച ആവശ്യം തന്നെയായിരുന്നു. ഈ ശിക്ഷാവിധി കേൾക്കാൻ വേണ്ടി ഹമീദിന്റെ ബന്ധുക്കളോ മറ്റോ അവിടെ ഉണ്ടായിരുന്നോ, കോടതിയിൽ ഉണ്ടായിരുന്നോ? ടോം പറഞ്ഞതുപോലെ തന്നെ ഹമീദിന്റെ കണക്കുകൂട്ടൽ, അതായത് ഈ 4 പേരെ കൊന്നു കഴിഞ്ഞാൽ ജയിലിൽ എത്തിക്കഴിഞ്ഞാൽ സുഭിക്ഷമായ ഭക്ഷണം വരുന്ന പിന്നീടുള്ള കാലങ്ങളിൽ താൻ ഇത്രയും പ്രായമുണ്ട്, അതുകൊണ്ട് തന്നെ കോടതി പ്രായം പരിഗണിച്ച് ജയിലിൽ തന്നെ തുടരുവാൻ അല്ലെങ്കിൽ ജീവപര്യന്തം ശിക്ഷയ്ക്ക് വിധിക്കും എന്നുള്ള ഒരു കണക്കുകൂട്ടലായിരുന്നു ഹമീദിന് ഉണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെയാണ് ഹമീദ് ഈ കൂട്ടക്കൊലപാതകം നടത്തുവാൻ വേണ്ടി പണം, രേഖകളും അടക്കം എല്ലാം തയ്യാറാക്കി വെച്ചു, അഡ്വക്കേറ്റിന് നൽകുവാനടക്കം പണം തയ്യാറാക്കി വെച്ചു എന്നുള്ള എല്ലാം തന്നെ അന്ന് പോലീസ് കണ്ടെത്തിയിരുന്നു. കാരണം കുറ്റകൃത്യം നടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പോലീസ് പിടിയിലാകുമെന്നും തന്റെ പ്രായം പരിഗണിച്ച് മറ്റൊരിടത്തേക്ക് രക്ഷപ്പെടാനുള്ള സാധ്യതയില്ലെന്നും ഹമീദ് നേരത്തെ തന്നെ മനസ്സിലാക്കി. അതുകൊണ്ട് തന്നെ ഈ വക്കീലിന് കൊടുക്കുവാനുള്ള, തന്റെ നിയമം വഴി പോകാൻ വേണ്ടി അഡ്വക്കേറ്റിന് കൊടുക്കാനുള്ള പണം ഉൾപ്പെടെ ഹമീദ് കരുതി വെച്ചിരുന്നു എന്നാണ് പോലീസ് അന്ന് കണ്ടെത്തിയിരുന്നത്. അതുപോലെ തന്നെയായിരുന്നു അദ്ദേഹത്തിന്റെ അക്കൗണ്ടിൽ ഉണ്ടായിരുന്നത്. ഹമീദിന്റെ അക്കൗണ്ടിലുള്ള പണമെല്ലാം ഇക്കാര്യം തെളിയിക്കുന്നതാണ്. എന്നാൽ ഉടൻ തന്നെ അന്ന് ഈ കൊലപാതകം നടത്തി ഉടൻ തന്നെ ഇയാൾ പോലീസിന്റെ പിടിയിലായി. തുടർന്നുണ്ടായ തെളിവെടുപ്പും മറ്റും പൂർത്തിയാക്കി ഉടൻ തന്നെ പോലീസ് കുറ്റപത്രം കോടതിയിൽ സമർപ്പിച്ചു. പ്രോസിക്യൂഷന് കൃത്യമായി ഈ കാര്യങ്ങളെല്ലാം കരുതിക്കൂട്ടി ചെയ്തതാണ്. ഇതിലേറ്റവും പ്രധാനമെന്ന് പറയുന്നത് ഈ സ്വന്തം വീട്ടിനുള്ളിൽ തന്നെ ശേഷം പുറത്തുനിന്ന് പെട്രോൾ കുപ്പി എറിഞ്ഞാണ് ഇയാൾ കൊന്നത് എന്നുള്ള സാക്ഷി ഇയാൾക്കെതിരെ മൊഴി നൽകിയിരുന്നു. ഇതെല്ലാം തന്നെ പരിഗണിച്ചാണ് കോടതി ഇത്തരത്തിലൊരു വധശിക്ഷ, പ്രതിയെ മരണം വരെ തൂക്കുവാൻ വിധിച്ചത്. അപൂർവമായ ഒരു സംഭവമാണ് ഇതെന്നും കോടതി നിരീക്ഷിച്ചു. കാരണം സ്വന്തം മകനെയും പ്രായപൂർത്തിയാവാത്ത 2 മക്കളെയും ഈ മകന്റെ ഭാര്യയുമാണ് ഇയാൾ ഇത്തരത്തിൽ കത്തിച്ച് കൊലപ്പെടുത്തിയതെന്നാണ് കോടതി നിരീക്ഷിച്ചത്. ഇതുകൂടാതെ 10 വർഷം കഠിന തടവിനും ഹമീദിനെ ശിക്ഷിച്ചു. ഈ വിധി കേൾക്കുവാനായി ഈ കൊല്ലപ്പെട്ട ഷീബയുടെ ബന്ധുക്കൾ മാത്രമാണ് എത്തിയിരുന്നത്. എന്നാൽ ഹമീദിന്റെ ബന്ധുക്കൾ ആരും തന്നെ കോടതിയിൽ എത്തിയിരുന്നില്ല എന്ന് വേണം നമുക്ക് മനസ്സിലാക്കുവാൻ. പ്രോസിക്യൂഷന് ഇത്ത കാര്യങ്ങളെല്ലാം, ഹമീദ് ചെയ്ത കുറ്റകൃത്യങ്ങളെല്ലാം
കൃത്യമായി തന്നെ കോടതിയിൽ മുന്നിലെത്തിക്കുവാൻ കഴിഞ്ഞു. കഴിഞ്ഞ ദിവസം 2 തവണ ഈ വിധി പറയുവാനായി മാറ്റിവെച്ചിരുന്നു. പിന്നീടാണ് ഇന്ന് ഉച്ചയോടുകൂടി ഇത്തരത്തിലൊരു വിധി വന്നത്. പ്രതിക്ക് വധശിക്ഷ നൽകുന്ന ഒരു വിധി വന്നത്. ഈ വിധിയിൽ ചീനിക്കുഴി അടക്കമുള്ള പ്രദേശത്തടക്കമുള്ള നാട്ടുകാരെല്ലാം ഇത്തരത്തിലൊരു വിധി തന്നെയാണ് പ്രതീക്ഷിച്ചിരുന്നത്. കാരണം ജീവപര്യന്തം തടവ് കിട്ടിയാൽ ഇയാൾ ഈ പറയുന്നത് പോലെ തന്നെ പ്രായത്തെ ഒരു കാര്യം നിയമത്തിന് മുന്നിൽ നിർത്തി രക്ഷപ്പെടാമെന്നൊരു തോന്നൽ ഹമീദിനുണ്ടായിരുന്നു. പ്രതിഭാഗം വക്കീലും പ്രായം പരിഗണിച്ചുകൊണ്ട് ശിക്ഷ കുറയ്ക്കണമെന്ന് ആവശ്യപ്പെട്ടിരുന്നു. എന്നാൽ ഇതെല്ലാം പരിപൂർണമായും തള്ളിയാണ് ഏറ്റവും വധശിക്ഷ കോടതി ഇയാൾക്ക് നൽകിയിരിക്കുന്നത്. എന്തായാലും ഈ ഹമീദിന്റെ ബന്ധുക്കൾ ആരും തന്നെ കോടതിയിൽ എത്തിയിട്ടില്ല എന്ന് വേണം നമുക്ക് കൃത്യമായി മനസ്സിലാക്കുവാൻ. ഈ മരണപ്പെട്ട ഷീബയുടെ ബന്ധുക്കൾ മാത്രമാണ് എത്തിയിരിക്കുന്നത്. എന്തായാലും ഈ വിധി കേൾക്കുവാനായി ഹമീദിനെയും ഇന്ന് ഉച്ചയോടുകൂടി തന്നെ കോടതിയിൽ എത്തിച്ചിരുന്നു. കോടതിയുടെ മുമ്പിൽ എന്തെങ്കിലും പറയാനുണ്ടോ എന്നുള്ള ചോദ്യത്തിന് കഴിഞ്ഞ ദിവസം ഹമീദ് പറഞ്ഞത് തനിക്ക് ശ്വാസം മുട്ടലും ആരോഗ്യ പ്രശ്നങ്ങളും ഉണ്ട് എന്ന് മാത്രമാണ് ഹമീദ് പറഞ്ഞത്. എന്തായാലും ഇന്ന് കോടതിയുടെ വിധി ഈ നാട്ടുകാരടക്കം അല്ലെങ്കിൽ ഈ ചീനിക്കുഴി സ്വദേശികളടക്കം എന്തായാലും സന്തോഷത്തോടുകൂടി തന്നെയാണ് കേട്ടത്. ഇയാൾക്ക് ഏറ്റവും വലിയ ശിക്ഷയായ ഈ വധശിക്ഷ തന്നെ നൽകിയതിൽ നാട്ടുകാർക്കും തീർച്ചയായും ഇതിന് ശേഷം പ്രോസിക്യൂഷന്റെയോ ഈ കൊല്ലപ്പെട്ട യുവതിയുടെയോ അതായത് ഷീബയുടെ ബന്ധുക്കളുടെയോ നാട്ടുകാരുടെ പ്രതികരണം പുറത്തു വന്നിട്ടുണ്ടോ സാഗർ? അത്തരം ഒരു കാര്യത്തിലേക്ക് കടക്കുന്നേ ഉള്ളൂ. ഷീബയുടെ ബന്ധുക്കളടക്കം സ്ഥലത്ത് എത്തിയിട്ടുണ്ടെങ്കിലും അവരുടെ ഒരു പ്രതികരണം ഇതുവരെ നമുക്ക് ലഭ്യമായിട്ടില്ല. പ്രോസിക്യൂട്ടറും കോടതിക്ക് പുറത്തേക്ക് നടപടികൾ പൂർത്തിയാക്കി ഇറങ്ങുന്നതേ ഉള്ളൂ. അതിനുശേഷം പ്രോസിക്യൂട്ടർ ഇക്കാര്യത്തിൽ എന്തായാലും മാധ്യമങ്ങളോട് പ്രതികരിക്കുമെന്ന് തന്നെയാണ് നമ്മൾ കരുതുന്നത്. പ്രതിഭാഗം വക്കീൽ ഈ വിധിക്കെതിരെ അപ്പീൽ പോകുമെന്നുള്ള കാര്യം അറിയിച്ചിട്ടുണ്ട്. ഈ പ്രതിയുടെ പ്രായം പരിഗണിച്ച് വധശിക്ഷ നൽകുവാൻ പാടില്ല എന്നുള്ള കാര്യങ്ങൾ പ്രതിഭാഗം കോടതിയിൽ ഉന്നയിച്ചെങ്കിലും ഇതെല്ലാം തള്ളിക്കളഞ്ഞാണ് കോടതി വധശിക്ഷ തന്നെ ഇയാൾക്ക് നൽകിയത്. എന്തായാലും ഈ ഒരു കാര്യത്തിന് ഈ ഹമീദിന് വേണ്ടി ഹൈക്കോടതിയിൽ അപ്പീൽ പോകുമെന്നും പ്രതിഭാഗം അറിയിച്ചിട്ടുണ്ട്. എന്തായാലും പ്രോസിക്യൂട്ടർ അല്പസമയത്തിനകം തന്നെ കോടതിക്കുള്ളിൽ നിന്ന് പുറത്തേക്ക് വരും, മാധ്യമങ്ങളെ കാണും എന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. എന്തായാലും ഹമീദിന് നൽകിയ വധശിക്ഷ അപൂർവങ്ങളിൽ അപൂർവമാണെന്ന് നിരീക്ഷിച്ച കോടതി വധശിക്ഷ നൽകിയത് നാട്ടുകാരും ഷീബയുടെ ബന്ധുക്കളും അടക്കം എല്ലാവർക്കും ഈ ഒരു ശിക്ഷ കിട്ടിയ സന്തോഷമാണ് ഉള്ളത്. അവരെല്ലാം തന്നെ ഈ കോടതിയുടെ പരിസരത്ത് എല്ലാം ഉണ്ടെങ്കിലും മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ ഇതുവരെ തയ്യാറായിട്ടില്ല. ഈ ഹമീദിനെ അല്പസമയത്തിന് ശേഷമാണ് ജയിലിലേക്ക് കൊണ്ടുപോവുക. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കേണ്ടതുണ്ട്. കോടതിയിൽ തന്നെ ഈ പ്രതി ഇപ്പോഴും തുടരുകയാണ്. അല്പസമയത്തിന് ശേഷം ഇയാളെ ജയിലിലേക്ക് തന്നെ മാറ്റും. ടോം. യെസ്, പി എ സാഗറാണ് വിവരങ്ങൾ നൽകിയത്. ഇടുക്കി ചീനിക്കുഴി കൂട്ടക്കൊലപാതക കേസിൽ പ്രതി ഹമീദിന് തൂക്കുകയറാണ്, അതായത് വധശിക്ഷയാണ് വിധിച്ചിരിക്കുന്നത്. അപൂർവങ്ങളിൽ അപൂർവമായ കേസെന്ന് ചൂണ്ടിക്കാണിച്ചാണ് കോടതിയുടെ വിധി വന്നിരിക്കുന്നത്. മറ്റൊരു വാർത്തയിലേക്കാണ് സ്പോട്ട് ലൈവിന് പോകുന്നത്. അതിഥി നമ്പൂതിരി കൊലക്കേസിൽ അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷ. അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിയെയും രണ്ടാനമ്മ റംല ബീവിയെയുമാണ് വധശിക്ഷയ്ക്ക് വിധിച്ചത്. ജീവപര്യന്തം തടവിന് ശിക്ഷ വിധിച്ചത് ഹൈക്കോടതിയാണ് ശിക്ഷ വിധിച്ചത്. 2013 7 വയസ്സുകാരിയെ കൊലപ്പെടുത്തിയത്. വിധിയിൽ സന്തോഷമെന്ന് പ്രോസിക്യൂഷൻ പ്രതികരിച്ചു. വിധിക്കെതിരെ സ്റ്റേറ്റ് ഫയൽ ചെയ്ത അപ്പീലിനകത്ത് അത് ഓവർടേൺ ചെയ്ത് ഇപ്പം 302 തന്നെ കൺവിക്ഷൻ കൊടുത്ത് ഇന്ന് ഹിയറിംഗ് ഓൺ സെന്റൻസ് ആയിരുന്നു. അവരെ പ്രൊഡ്യൂസ് ചെയ്തു. സർക്കാർ മാക്സിമം പണിഷ്മെന്റ്, ക്യാപിറ്റൽ പണിഷ്മെന്റ് കൊടുക്കാൻ തന്നെ ഉള്ള സാഹചര്യമുണ്ട് എന്നും കോടതിയിൽ വാദിച്ചു. കോടതി എല്ലാ കാര്യങ്ങളും പരിഗണിച്ച് അവർക്ക് ലൈഫ് ഇംപ്രിസൺമെന്റ് രണ്ടുപേർക്കും. വിശദാംശങ്ങളുമായി കൊച്ചിയിൽ നിന്ന് ആജ്ഞ രവീന്ദ്രൻ ചേരുന്നുണ്ട്. ആജ്ഞ, അങ്ങേയറ്റം ക്രൂരമായ ഒരു കൊലപാതകമായിരുന്നു 7 വയസ്സുകാരി അതിഥി നമ്പൂതിരിയുടെ മരണം. 2 പ്രതികൾക്കും, അതായത് അച്ഛനും രണ്ടാനമ്മയ്ക്കും ജീവപര്യന്തം തടവ് ശിക്ഷയാണ് കോടതി വിധിച്ചിരിക്കുന്നത്. എന്താണ് ശിക്ഷാവിധിയുടെ വിശദാംശങ്ങൾ? അച്ഛനും രണ്ടാനമ്മയും ചേർന്നാണ് അതിക്രൂരമായി ഈ 6 വയസ്സുകാരി പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ച് കൊന്നത്, പട്ടിണിക്കിടുകയും അതിക്രൂരമായി മർദ്ദിക്കുകയും ഒക്കെ ചെയ്തിരുന്നു. ആ ഒരു സാഹചര്യത്തിൽ ഈ
രണ്ടാനമ്മയായ റംല ബീവി എന്ന് പറയുന്ന ദേവിക അന്തർജനം അവരാണ് കുഞ്ഞിനെ കൂടുതൽ ഉപദ്രവിച്ചതെന്നും പിന്നീട് കണ്ടെത്തിയിരുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. പക്ഷെ നിരന്തരം ഈ കുട്ടിയെയും അതിഥിയെയും അതിഥിയുടെ അനിയൻ 10 വയസ്സുകാരനെയും നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യത്തിൽ തന്നെ ആയിരുന്നു എന്നുള്ള കാര്യത്തിൽ പിന്നീട് അന്വേഷണത്തിലും പിന്നീട് ഈ കുട്ടിയുടെ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലും ഒക്കെ വ്യക്തമായിരുന്ന ഒരു സാഹചര്യമുണ്ട്. അങ്ങനെ ഈ കോഴിക്കോട് വിചാരണ കോടതിയാണ് ഇവരെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ, അതായത് കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരത്തിൽ മാതാപിതാക്കൾ തല്ലിയത് എന്നാണ് കോടതിയുടെ കണ്ടെത്തൽ. ആ ഒരു സാഹചര്യത്തിൽ ഇവരെ വെറുതെ വിടുന്ന ഒരു അവസ്ഥയിലേക്ക് പോവുകയായിരുന്നു. അതിൽ സർക്കാർ അപ്പീൽ പോയ ശേഷമാണ്, കാരണം കുട്ടിയുടെ പോസ്റ്റ്മോർട്ടത്തിൽ ഈ അമ്മയുടെ മർദ്ദനം മൂലം വയറിന് ഏറ്റ ആഴത്തിലുള്ള മുറിവാണ് കുഞ്ഞു മരിച്ചതിന് കാരണമെന്ന് കണ്ടെത്തിയിരുന്നു. 19ഓളം മുറിവുകളാണ് ഇതിന്റെ ശരീരത്തിൽ കണ്ടെത്തിയിരുന്നത്. പട്ടിണിക്കിടുകയും മുറിയിൽ പൂട്ടിയിട്ട് സ്വകാര്യ ഭാഗത്ത് തിളച്ച വെള്ളം ഒഴിക്കുകയും ചൂരൽ കൊണ്ട് അടിക്കുകയും ഒക്കെ ചെയ്ത് ഒരുപാട് ഉപദ്രവിച്ച ശേഷമാണ് ആ കുഞ്ഞ് മരണത്തിന് കീഴടങ്ങുന്ന ഒരു സാഹചര്യത്തിലേക്ക് വന്നത്. അത് സർക്കാർ തന്നെ അതിന്റെ മേൽ അപ്പീൽ പോവുകയും ഹൈക്കോടതിയിൽ അപ്പീൽ പോവുകയും ഇത് കോടതി തന്നെ നടത്തിയ നിരീക്ഷണത്തിൽ ക്യാപിറ്റൽ പണിഷ്മെന്റ് വരെ കൊടുക്കാവുന്ന സാഹചര്യമുണ്ട് എന്ന് സർക്കാർ കോടതിയിൽ വാദിക്കുന്ന ഒരു സാഹചര്യമുണ്ടായിരുന്നു. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചാണ് കേസ് പരിഗണിച്ചത്. എന്തായാലും സർക്കാർ തന്നെ വീണ്ടും ഈ കാര്യത്തിൽ അപ്പീൽ പോവുകയും, അതായത് ഈ മാതാപിതാക്കൾക്ക് നൽകിയ ശിക്ഷ പോരാ, അതല്ലെങ്കിൽ അവരെ വെറുതെ വിട്ട് നടപടി ശരിയായില്ല എന്നുള്ള സാഹചര്യം വിലയിരുത്തി സർക്കാർ തന്നെ കോടതിയെ സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഈ അച്ഛൻ സുബ്രഹ്മണ്യൻ നമ്പൂതിരിക്കും അമ്മ രണ്ടാനമ്മ റംല ബീഗം എന്ന ദേവിക അന്തർജനത്തിനും ജീവപര്യന്തം തടവിന് വിധിച്ചിരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായത്. മാത്രമല്ല ഈ കുഞ്ഞുങ്ങളെ ഇങ്ങനെ നിരന്തരം ഉപദ്രവിക്കുകയും മർദ്ദിക്കുകയും ചെയ്യുന്നത് തടയാനും മറ്റുള്ളവർ കണ്ടെത്താതെ ഇരിക്കാൻ അയൽവാസികളൊക്കെ വീട്ടിലേക്ക് വരാതിരിക്കുന്ന ഒരു സാഹചര്യത്തിലേക്ക്, അതുപോലെ ചൈൽഡ് ലൈൻ പ്രവർത്തകർ വരാതിരിക്കാനും ഒക്കെ പട്ടികളെ അഴിച്ചുവിടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ഇത് പിന്നീട് നടത്തിയ നിരീക്ഷണത്തിലൊക്കെ കോടതിയും പോലീസും നടത്തിയ നിരീക്ഷണത്തിലൊക്കെയും സർക്കാരും പോലീസും നടത്തിയ നിരീക്ഷണത്തിലൊക്കെയും ഇക്കാര്യം വ്യക്തമായിരുന്നില്ല. കുഞ്ഞിന്റെ പോസ്റ്റ്മോർട്ടത്തിൽ മരണകാരണം മർദ്ദിച്ചത് അതിന്റെ വയറ്റിൽ ഏറ്റ ക്രൂരമായ ആഴത്തിലുള്ള മുറിവാണ്, ക്രൂരമായ മർദ്ദനത്തെ തുടർന്നുണ്ടായ മുറിവാണ് എന്നുള്ള കാര്യത്തിൽ വ്യക്തത വന്നതിന് ശേഷമാണ് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടുകൾ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ഈ ഹൈക്കോടതി പരിശോധിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി. എന്തായാലും കോഴിക്കോട് അഡീഷണൽ കോടതിയായിരുന്നു ഇവരെ വെറുതെ വിട്ട നടപടി സ്വീകരിച്ചത്. അതിനെതിരെ സർക്കാർ നൽകിയ അപ്പീലിലാണ് ഹൈക്കോടതി വിധിയുണ്ടായിരിക്കുന്നത്. ജസ്റ്റിസ് രാജാ വിജയരാഘവന്റെയും ജസ്റ്റിസ് കെ വി ജയകുമാറിന്റെയും ബെഞ്ചിന്റേതാണ് വിധി. ടോം, തീർച്ചയായും എന്താണ് നമുക്കറിയാം, അങ്ങേയറ്റം കേരളത്തെ ഞെട്ടിച്ച സംഭവം 2013 ഏപ്രിൽ 23 നടന്ന കൊലപാതകം. അതായത് ഈ 7 വയസ്സുകാരിയെ, ഈ കുഞ്ഞിനെ പട്ടിണിക്കിട്ടും അതിക്രൂരമായി മർദ്ദിച്ചും കൊലപ്പെടുത്തിയ സംഭവത്തിൽ എവിടെയാണ് വിചാരണ കോടതിക്ക് പിഴച്ചതെന്ന് കൂടി പരിശോധിക്കേണ്ടതുണ്ടല്ലോ ആജ്ഞ. കാരണം രണ്ടുപേരെയും ഈ കൊലപാതക കുറ്റം തെളിയിക്കാനായില്ല അന്ന്. മാത്രമല്ല കുറ്റക്കാരെന്ന് കണ്ടെത്താതെ കുറ്റക്കാരല്ലെന്ന് വിധി പറയുന്ന സാഹചര്യം പോലും ഉണ്ടായി. അന്ന് വിചാരണ കോടതിയിൽ എന്താണ് സംഭവിച്ചത്? യഥാർത്ഥത്തിൽ പ്രോസിക്യൂഷൻ്റെ വീഴ്ചയായിരുന്നോ അന്ന് കേസിൽ തിരിച്ചടിയായത്? ടോം, വിചാരണ കോടതി അതായത് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വേണ്ട വിധേന പരിശോധിച്ചില്ല എന്ന് തന്നെ വേണം മനസ്സിലാക്കാൻ. അതല്ലെങ്കിൽ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് കോടതിയിൽ ഹാജരാക്കുന്നതിൽ വീഴ്ചയുണ്ടായോ എന്നുള്ള കാര്യത്തിൽ പരിശോധിക്കേണ്ടതുണ്ട്. എന്തായാലും പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിൽ കുഞ്ഞിനെ മർദ്ദിച്ചതുമായി ബന്ധപ്പെട്ട് അതിന്റെ വയറ്റിലേറ്റുള്ള ആഴത്തിലുള്ള മുറിവ് തന്നെയാണ് മരണകാരണമായത് എന്ന് പോസ്റ്റ്മോർട്ടം റിപ്പോർട്ട് വ്യക്തമാക്കുന്ന ഒരു സാഹചര്യം നിലനിൽക്കെ തന്നെ എന്തുകൊണ്ടാണ് വിചാരണ കോടതി അങ്ങനെ ഒരു വിധിയിലേക്ക് പോയതെന്ന് മനസ്സിലാക്കുന്നില്ല. എന്നിരുന്നാലും കുട്ടിയെ അച്ചടക്കം പഠിപ്പിക്കാനാണ്, അതായത് കുട്ടി കുറച്ച് എക്സെൻട്രിക് ആയിട്ടുള്ള ഒരു കാറ്റഗറിയിലുള്ള കുഞ്ഞാണ് എന്നാണ് മനസ്സിലാക്കുന്നത്. കുറച്ചുകൂടി ഒരു ഓവർസ്മാർട്ടസ് ഒക്കെ കാണിച്ചിരുന്ന ആ ഒരു ഏജ് ഗ്രൂപ്പ് 6 വയസ്സുകാരിയാണ്. അമ്മ മരിച്ചുപോയ ശേഷം അല്ലെങ്കിൽ മറ്റൊരു രണ്ടാനമ്മ വന്ന ശേഷം ഒരുപക്ഷെ ഇത്തരം സാഹചര്യങ്ങളോട് കുഞ്ഞുങ്ങൾക്ക് പൊരുത്തപ്പെടാനുള്ള ബുദ്ധിമുട്ടുകൾ ഉണ്ടാകാം. അത്തരം ബുദ്ധിമുട്ടുകൾ കാരണം കുഞ്ഞിന്റെ ബിഹേവിയറൽ ഇഷ്യൂസ് ഉണ്ടായിരുന്നിരിക്കാം. അത്തരം ഒരു സാഹചര്യത്തിൽ കുഞ്ഞിനെ അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയാണ് അത്തരം ചൂരൽ പ്രയോഗങ്ങളൊക്കെ നടത്തിയിരുന്നത് എന്നാണ് കോടതി ആ സമയത്ത്, അതായത് ഈ പ്രതികളെ വെറുതെ വിടുന്ന ഒരു സാഹചര്യത്തിൽ വിലയിരുത്തിയത് അങ്ങനെയാണ്. എന്നിരുന്നാലും ഈ കുഞ്ഞിനെ
മുറിയിൽ അടച്ചിട്ട് പട്ടിണിക്കിടുകയും അതുപോലെ ക്രൂരമായി മർദ്ദിക്കുകയും ചൂരൽ കൊണ്ടടിച്ചതിനെ മാത്രമാണ് കോടതി നിരീക്ഷിച്ചത്. ഈ ഇത്തരത്തിൽ അതായത് അച്ചടക്കം പഠിപ്പിക്കാൻ വേണ്ടിയിട്ടാണ് എന്ന് നിരീക്ഷണം നടത്തിയതെന്നാണ് മനസ്സിലാക്കുന്നത്. അതേസമയം കുഞ്ഞിനെ മുറിയിൽ പൂട്ടിയിട്ട് തിളച്ച വെള്ളം അതിന്റെ സ്വകാര്യ ഭാഗത്തൊക്കെ ഒഴിക്കുകയും ഒക്കെ ചെയ്തിരുന്ന സാഹചര്യങ്ങളുണ്ട്. പൊള്ളിയ പാടുകൾ ഉണ്ടായിരുന്നു അതിന്റെ ശരീരത്തിൽ. 16ഓളം ആഴത്തിലുള്ള മുറിവുകൾ, പലതവണയായി മർദ്ദിച്ചതിന്റെ മുറിവുകൾ പോസ്റ്റ്മോർട്ടം റിപ്പോർട്ടിലുണ്ടായിരുന്നു. പോസ്റ്റ്മോർട്ടത്തിൽ തന്നെ ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കുഞ്ഞിന്റെ വയറ്റിലേറ്റിട്ടുള്ള ചവിട്ടിയതാകാം, തൊഴിച്ചതാകാം, അതല്ലെങ്കിൽ ഇടിച്ചതാകാം. എന്തായാലും ഒരു 6 വയസ്സുകാരി എന്ന് പറയുമ്പോൾ അത്രത്തോളം ആരോഗ്യം ഒരു മുതിർന്ന ഒരാളുടെ മർദ്ദനമേക്കാൻ മാത്രമുള്ള ആരോഗ്യം ഒരുപക്ഷെ ആ കുഞ്ഞിന് കാണില്ല. പ്രത്യേകിച്ചും ഇത്തരത്തിൽ ഈ ഒരു കണ്ടീഷനിലുള്ള അൺഹെൽത്തി ആയിട്ടുള്ള ഒരു കുഞ്ഞിനെ അങ്ങനെ ഉപദ്രവിച്ചിട്ടുണ്ടാവും. അതിന് താഴെ ഒരു കുട്ടി കൂടിയുണ്ട്, ഒരു 10 വയസ്സുകാരനും കൂടിയുണ്ട്. ഈ കുഞ്ഞിനെയും ഈ കുട്ടിയെയും അതിഥിയെയും നിരന്തരം ഉപദ്രവിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. അത് അയൽക്കാർ തന്നെ സാക്ഷ്യപ്പെടുത്തുന്നുണ്ട്. അയൽക്കാർ സാക്ഷ്യപ്പെടുത്തുകയും അയൽക്കാർ ചൈൽഡ് ലൈൻ പ്രവർത്തകരെ അറിയിക്കുകയും ചെയ്തിരുന്നതാണ്. അവരവിടേക്ക് ചെല്ലാതിരിക്കാൻ വേണ്ടി വളർത്തുനായികളെ അഴിച്ചുവിട്ട് അത് ബ്ലോക്ക് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് മനസ്സിലാക്കുന്നത്. അങ്ങനെയാണ് എന്തായാലും ഈ വിഷയത്തിൽ ഇവരെ വെറുതെ വിട്ട വിഷയത്തിൽ പിന്നീട് സർക്കാർ ഇടപെടൽ നടത്തുകയും സർക്കാർ തന്നെ ഹൈക്കോടതിയെ ഇതുമായി ബന്ധപ്പെട്ട അപ്പീലുമായി സമീപിക്കുന്ന സാഹചര്യത്തിലാണ് ഇപ്പോൾ ഇങ്ങനെ ഒരു വിധി വന്നിരിക്കുന്നത്. പ്രത്യേകിച്ചും വധശിക്ഷ തന്നെ ഉറപ്പാക്കേണ്ട കേസ് തന്നെയാണ് എന്ന് തന്നെയാണ് സീനിയർ പബ്ലിക് പ്രോസിക്യൂട്ടർ കോടതിയിൽ വാദിച്ചത്. അങ്ങനെയാണ്. പക്ഷേ എന്നിരുന്നാലും വധശിക്ഷ അല്ലെങ്കിൽ പോലും ജീവപര്യന്തം തടവ് അത്രയുമെങ്കിലും അവർ അർഹിക്കുന്നുണ്ട് എന്ന് വേണം മനസ്സിലാക്കട്ടോ. യെസ്, ആജ്ഞ രവീന്ദ്രനാണ് കൊച്ചിയിൽ നിന്നും വിവരങ്ങൾ നൽകിയത്. സ്പോട്ട് ലൈവിലേക്ക് തിരികെ എത്താം ഇടവേളയ്ക്ക് ശേഷം. മെഗാസ്റ്റാർ മമ്മൂട്ടി നാട്ടിലേക്ക് തിരിച്ചെത്തുന്ന ദൃശ്യങ്ങളാണ് ഇപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. ചികിത്സയ്ക്ക് ശേഷം മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ചിത്രം പാട്രിയോട്ടിൻ്റെ UK ഷെഡ്യൂൾ പൂർത്തിയാക്കിയ ശേഷമാണ് മമ്മൂട്ടി നാട്ടിലേക്ക് മടങ്ങിയെത്തുന്നത്. നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്നുള്ള ദൃശ്യങ്ങളാണ്. അൻവർ സാദത്ത് MLA, മന്ത്രി പി രാജീവ്, അൻവർ സാദത്ത് MLA, നിർമ്മാതാവ് ആൻഡോ ജോസഫ് ഉൾപ്പെടെയുള്ളവർ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ മമ്മൂട്ടിയെ സ്വീകരിച്ചു. നിരവധി ആരാധകരാണ് മമ്മൂട്ടിയെ സ്വീകരിക്കാൻ വേണ്ടി നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ എത്തിക്കുക. നീണ്ട ഇടവേളയ്ക്ക് ശേഷം, അതായത് മാസങ്ങൾക്ക് ശേഷമാണ്, ചികിത്സയ്ക്ക് ശേഷം അദ്ദേഹം പാട്രിയോട്ടിൻ്റെ പുതിയ സിനിമയുടെ ചിത്രീകരണത്തിനായി പോയിരുന്നു. അതിനുശേഷമാണിപ്പോൾ നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിലേക്ക് എത്തിയിരിക്കുന്നത്. മമ്മൂട്ടി സ്വയം വാഹനമോടിച്ച് മടങ്ങുന്ന ദൃശ്യങ്ങളാണിപ്പോൾ കാണുന്നത്. മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. എന്തായാലും മെഗാസ്റ്റാർ മമ്മൂട്ടിയുടെ വാക്കുകൾ കേൾക്കാൻ അദ്ദേഹത്തിൻ്റെ ആരാധകർ, പ്രേക്ഷകർ, സിനിമാ പ്രേമികൾ കാത്തിരിക്കുന്നുണ്ട്. കാരണം അത്രയധികം വലിയ ഒരു കാത്തിരിപ്പായിരുന്നു. വളരെ മമ്മൂട്ടിയുടെ ആരാധകരെ സംബന്ധിച്ച് വലിയൊരു തിരിച്ചുവരവ്, വലിയ ആവേശകരമായിട്ടുള്ളൊരു നിമിഷമാണിപ്പോൾ പ്രേക്ഷകർ കാണുന്നത്. നവമി ദിനേശ് ചേരുന്നു കൊച്ചിയിൽ നിന്ന് വിവരങ്ങളുമായി. നവമി, എന്തായാലും വലിയ നീണ്ട കാത്തിരിപ്പിന് ശേഷം മമ്മൂട്ടി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു. അദ്ദേഹത്തോടൊപ്പം ആരൊക്കെയാണുള്ളത്? മാധ്യമങ്ങളോട് പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. പക്ഷേ സ്വയം വാഹനപ്രേമിയായ മമ്മൂട്ടി സ്വയം വാഹനം ഓടിച്ചു പോകുന്ന ദൃശ്യങ്ങളാണല്ലോ ഇപ്പോൾ കാണുന്നത്. ടോം, എന്തായാലും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് ഏറെ സന്തോഷത്തിന്റെ നിമിഷം കൂടിയാണ്. 8 മാസത്തെ ഇടവേളകൾക്ക് ശേഷമാണ് നടൻ മമ്മൂട്ടി സ്വന്തം നാട്ടിലേക്ക്, സ്വന്തം വീട്ടിലേക്ക്, കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. എയർപോർട്ടിൽ വെച്ച് തന്നെ അദ്ദേഹം നെടുമ്പാശ്ശേരി വിമാനത്താവളം ഇറങ്ങിയ സമയത്ത് തന്നെ മന്ത്രി പി രാജീവ് അദ്ദേഹത്തിന് ബൊക്കെ കൊടുത്ത് സ്വീകരിച്ചു. ഒപ്പം അൻവർ സാദത്ത് MLAയും ഉണ്ടായിരുന്നു. അത്രയേറെ സന്തോഷത്തോടുകൂടി തന്നെയാണ് അദ്ദേഹത്തെ സ്വീകരിക്കുന്നത്. കാരണം നമുക്കറിയാം,
നമുക്കറിയാം അദ്ദേഹം അതിജീവിച്ചു വന്ന ആ ഒരു രോഗം, അതിൽ നിന്നും ആരോഗ്യം വീണ്ടെടുത്ത് വീണ്ടും സിനിമയിൽ സജീവമായിരുന്നു. കഴിഞ്ഞ 8 മാസങ്ങൾക്ക് ശേഷമാണ് അദ്ദേഹം കൊച്ചിയിലേക്ക് തിരിച്ചെത്തുന്നത്. ആരോഗ്യപരമായിട്ടുള്ള പ്രശ്നങ്ങളെ തുടർന്ന് ചികിത്സയെ തുടർന്ന് അദ്ദേഹം ചെന്നൈയിലായിരുന്നു അദ്ദേഹത്തിന്റെ ചികിത്സയും മറ്റ് കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നത്. അതിനുശേഷമാണ് അദ്ദേഹത്തിന്റെ ആരോഗ്യം ലഭിച്ചിരിക്കുന്നു. അദ്ദേഹത്തിന്റെ അസുഖം പൂർണ്ണമായും മാറിയിരിക്കുന്നു. കുറച്ചു നാളത്തെ വിശ്രമ ജീവിതത്തിന് ശേഷം വീണ്ടും സിനിമയിലേക്ക് സജീവമാകും എന്ന് അദ്ദേഹത്തിന്റെ സന്തത സഹചാരിയായ ആൻഡോ ജോസഫ് തന്റെ ഫേസ്ബുക്കിൽ കുറിച്ചത്. അത് വലിയ ആഘോഷമായിരുന്നു മലയാളികൾക്ക്, വലിയ സന്തോഷമായിരുന്നു മലയാളികൾക്ക്. പിന്നീട് നമ്മൾ കണ്ടത് സ്വന്തമായി വാഹനമോടിച്ച് ചെന്നൈ എയർപോർട്ടിലേക്ക് എത്തിയ നമ്മുടെ സ്വന്തം മമ്മൂട്ടിയായിരുന്നു. അവിടെ നിന്ന് അദ്ദേഹം ഹൈദരാബാദിലേക്ക് പാട്രിയോട്ട് എന്ന മഹേഷ് നാരായണന്റെ ചിത്രത്തിലേക്ക് വീണ്ടും ഷൂട്ടിങ്ങിനായി എത്തി. അവിടെ വീണ്ടും അദ്ദേഹം ക്യാമറയ്ക്ക് മുന്നിലെത്തി. അദ്ദേഹത്തിന്റെ പാഷൻ, അദ്ദേഹത്തിന്റെ ഇഷ്ടം, അദ്ദേഹത്തിന്റെ ജീവിതം എന്താണോ അതിലേക്ക് അദ്ദേഹം തിരിച്ചെത്തി. പിന്നീട് അവിടെ നിന്ന് UK ഷെഡ്യൂളിലേക്ക് പോയി. UK ഷെഡ്യൂൾ പൂർത്തിയാക്കി ഇന്നലെ ചെന്നൈയിലെത്തി. വീണ്ടും നമ്മുടെ കൊച്ചിയിലേക്ക്, അദ്ദേഹത്തിന്റെ സ്വന്തം നാട്ടിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. ഇനി മലയാളി പ്രേക്ഷകർ കാത്തിരിക്കുന്നത് കളങ്കാവലിന്റെ റിലീസിനാണ്. അത് നവംബറിലായിരിക്കും അദ്ദേഹത്തിന്റെ ചിത്രം കളങ്കാവൽ റിലീസിന് എത്തുന്നത്. ഒപ്പം നവംബറിൽ തന്നെ, അടുത്ത മാസത്തിൽ തന്നെ മലയാളികളുടെ പ്രിയപ്പെട്ട 2 മഹാനടന്മാരായിട്ടുള്ള മമ്മൂട്ടിയും മോഹൻലാലും പാട്രിയോട്ടിന്റെ ഷൂട്ടിംഗ് കുറച്ച് ബാക്കിയുണ്ട്. രണ്ടുപേരും ഒന്നിച്ചുള്ള കോമ്പിനേഷൻ സീൻസ് അത് നവംബറിലായിരിക്കും കൊച്ചിയിൽ നടക്കുക. അതിന്റെ ആവശ്യത്തിനും ഒപ്പം അദ്ദേഹത്തിന്റെ സ്വകാര്യ ചില ആവശ്യങ്ങൾക്കും ഒക്കെ വേണ്ടിയിട്ടാണ് ഇപ്പോൾ നാട്ടിലേക്ക്, കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത്. അദ്ദേഹത്തിന്റെ ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു. നമുക്കറിയാം അദ്ദേഹത്തിന്റെ പ്രധാനപ്പെട്ട എല്ലാ സംഭവ വികാസങ്ങളും അല്ലെങ്കിൽ എല്ലാ സമയത്തും അദ്ദേഹത്തിനോടൊപ്പം ഉണ്ടായിരിക്കുന്നത് അദ്ദേഹത്തിന്റെ ഭാര്യയാണ്. ഇപ്പോഴും കൊച്ചിയിലേക്ക് വന്നിറങ്ങിയപ്പോഴും ഭാര്യ ഒപ്പം ഉണ്ടായിരുന്നു. ഒപ്പം ആൻഡോ ജോസഫ് ഉണ്ടായിരുന്നു. അങ്ങനെ സ്വന്തമായി അദ്ദേഹത്തിന്റെ വാഹനം ടൊയോട്ട ലാൻഡ് ക്രൂയിസ് അദ്ദേഹം തന്നെ സ്വയം ഓടിച്ച് തിരിച്ച് വീട്ടിലേക്ക്, എളമക്കരയിലെ വീട്ടിലേക്ക് പോയിരിക്കുകയാണ്. മലയാളികളെ സംബന്ധിച്ച് വലിയ സന്തോഷത്തിന്റെ, വലിയ ആരാധനയുടെ അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ പ്രാർത്ഥന, അദ്ദേഹത്തിന് വേണ്ടി പ്രാർത്ഥനയുടെ ഒക്കെ ഫലമായിട്ടാണ് വീണ്ടും സിനിമയിലേക്ക് സജീവമായത്. അദ്ദേഹത്തിന് വേണ്ടി വലിയ പ്രാർത്ഥനകളും പൂജകളും ഒക്കെ അമ്പലങ്ങളിൽ നടത്തിയിരുന്നു. അതൊക്കെ വലിയ വാർത്തയാവുകയും ചെയ്തു. എന്തായാലും മമ്മൂട്ടി ആരാധകരെ സംബന്ധിച്ച്, മലയാളികളെ സംബന്ധിച്ച് സന്തോഷത്തിന്റെ ഒരു നിമിഷം കൂടിയാണ്. ഇവിടെ മന്ത്രി P രാജീവും ഒപ്പം അൻവർ സാദത്ത് MLAയും അദ്ദേഹത്തെ സ്വീകരിക്കാനായി ഇവിടെ എത്തുകയും ചെയ്തിരുന്നു. ആരാധകർക്ക് മുന്നിൽ കൈ വീശി കാണിച്ചുകൊണ്ട് വലിയ ആഘോഷമായിരുന്നു, വലിയ ആരവമായിരുന്നു. മമ്മൂക്ക എന്ന് ഉറക്കെ വിളിച്ചുകൊണ്ടാണ് അദ്ദേഹത്തെ സ്വീകരിച്ചത്. ആരാധകർക്ക് മുന്നിൽ കൈ വീശി കാണിച്ചുകൊണ്ടാണ് അദ്ദേഹം സ്വന്തമായി കാറിൽ കയറി ഡ്രൈവ് ചെയ്ത് ഇവിടെ നിന്ന് എളമക്കരയിലെ വീട്ടിലേക്ക് പോയിരിക്കുന്നത്. നമുക്കറിയാം 8 മാസത്തെ ഇടവേളയ്ക്ക് ശേഷമാണ് കൊച്ചിയിലേക്ക് തിരിച്ചെത്തിയത്. മാർച്ച് മാസത്തിലായിരുന്നു അദ്ദേഹം ചെന്നൈയിലേക്ക് ഈ ചികിത്സയുടെ ഭാഗമായി പോയത്. അവിടെ ചികിത്സ പൂർത്തിയാക്കി. പിന്നീട് നമ്മൾ കേൾക്കുന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത, അത് മമ്മൂട്ടിയുടെ ആരോഗ്യസ്ഥിതി പൂർണ്ണമായും വീണ്ടെടുത്തിരിക്കുന്നു. അദ്ദേഹത്തിന്റെ രോഗം അത് മാറിയിരിക്കുകയാണ്. വീണ്ടും സജീവമായി തന്നെ സിനിമയിലേക്ക് വരുന്നു എന്ന സന്തോഷകരമായിട്ടുള്ള വാർത്ത, അതും നമ്മൾ എല്ലാവരും വലിയ രീതിയിൽ തന്നെ ആഗ്രഹിച്ചതായിരുന്നു. പിന്നീട് ഹൈദരാബാദിലെ ഷൂട്ടിങ്ങിൽ പോകുന്ന സമയത്ത് മാധ്യമങ്ങളോട് അദ്ദേഹം പ്രതികരണം നടത്തി. ആ പ്രതികരണത്തിൽ അദ്ദേഹം പറഞ്ഞത്, ഒരുപാട് സന്തോഷം, എനിക്ക് വേണ്ടി പ്രാർത്ഥിച്ചവർക്ക് എല്ലാവർക്കും നന്ദി എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്ക് പോയത്. എന്തായാലും മമ്മൂട്ടിയുടെ ഈ പാട്രിയോട്ട് എന്ന സിനിമ മഹേഷ് നാരായണൻ സംവിധാനം ചെയ്യുന്ന ആ ചിത്രത്തിന് വേണ്ടി പ്രേക്ഷകർ കാത്തിരിക്കുകയാണ്. അതിനിടയിൽ ഇനി വീണ്ടും സിനിമയിലും മറ്റ് പ്രവർത്തനങ്ങളിലും എല്ലാം നമ്മുടെ സ്വന്തം മമ്മൂക്ക സജീവമാകുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. ടോം. യെസ്, നവമി ദിനേശാണ് നെടുമ്പാശ്ശേരി വിമാനത്താവളത്തിൽ നിന്ന് വിവരങ്ങൾ നൽകിയത്. അല്പസമയം മുൻപാണ് മമ്മൂട്ടി നാട്ടിലേക്ക് തിരിച്ചെത്തിയിരിക്കുന്നത്. ഇടവേള. ശബരിമല സ്വർണ്ണമോഷണ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സന്നിധാനത്ത് തെളിവെടുപ്പ് നടത്തിയേക്കും. സ്വർണ്ണമോഷണവുമായി ബന്ധപ്പെട്ട 2ാമത്തെ കേസിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ അറസ്റ്റ് ഉടൻ രേഖപ്പെടുത്താനും സാധ്യതയുണ്ട്. ADGP H. വെങ്കടേശന്റെ സാന്നിധ്യത്തിൽ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘം യോഗം ചേർന്ന് അന്വേഷണ പുരോഗതി വിലയിരുത്തി. അതിനിടെ കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. അതിനുശേഷം, അതിൻ്റെ നടപടികൾക്ക് ശേഷമായിരിക്കും തെളിവെടുപ്പ് ഉൾപ്പെടെ ഉണ്ടാവുക. ഡാൻ കുര്യനും ശശിനാരായണനും ചേരുന്നുണ്ട് വിവരങ്ങളുമായി. ആദ്യം ഡാനിലേക്കാണ്. ഡാൻ,
ഇന്ന് ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പ്രത്യേക അന്വേഷണ സംഘത്തിൻ്റെ യോഗം ചേർന്നു. എന്താണ് യോഗത്തിലെ പ്രധാനപ്പെട്ട തീരുമാനം? ഈ സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ്, അതോടൊപ്പം രണ്ടാമത്തെ കേസിൽ അറസ്റ്റ്, ഇത് രണ്ടും ഉടനുണ്ടാകുമോ? ഹൈക്കോടതിയിൽ കേസുമായി ബന്ധപ്പെട്ട് അടുത്ത ഇടക്കാല റിപ്പോർട്ട് നൽകേണ്ടതുണ്ട്. അതിനു മുമ്പാണ് അന്വേഷണ പുരോഗതി വിലയിരുത്തുന്നതിനും തുടർ നീക്കങ്ങൾ എങ്ങനെ വേണമെന്ന കാര്യത്തിൽ ധാരണയിലെത്തുന്നതിനും വേണ്ടി ഉന്നത ഉദ്യോഗസ്ഥരുടെ യോഗം ഇന്ന് ഈഞ്ചക്കലിലെ ക്രൈംബ്രാഞ്ച് ഓഫീസിൽ വെച്ച് ചേർന്നത്. ക്രൈംബ്രാഞ്ച് മേധാവിയും അന്വേഷണത്തെ നിയന്ത്രിക്കുന്ന മേലുദ്യോഗസ്ഥരുമായ ADGP H. വെങ്കടേശന്റെ മേൽനോട്ടത്തിലായിരുന്നു ഈ യോഗം. ആ യോഗത്തിൽ തുടർന്ന് അന്വേഷണം എങ്ങനെ നടത്തണം, ഇതിനോടകം ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും അതോടൊപ്പം ഉരാരി ബാബുവിനെയും ഒരുമിച്ചിരുത്തി ചോദ്യം ചെയ്തപ്പോൾ ലഭിച്ച വിവരങ്ങൾ എന്തൊക്കെയാണ്, അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇനി ആരെയൊക്കെ ചോദ്യം ചെയ്യണം, തുടർന്ന് അന്വേഷണം ഏത് ദിശയിലായിരിക്കണം കൊണ്ടുപോകേണ്ടത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ വ്യക്തമായ ധാരണയിലേക്ക് എത്തിയതായാണ് സൂചന. അതിനുശേഷമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുമായി അന്വേഷണ ഉദ്യോഗസ്ഥർ റാന്നി കോടതിയിലേക്ക് പുറപ്പെട്ടത്. എന്തായാലും റാന്നി കോടതിയിൽ ഹാജരാക്കിയ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ തുടർന്ന് ചോദ്യം ചെയ്യലിൻ്റെയും തെളിവെടുപ്പിൻ്റെയും ഭാഗമായി സന്നിധാനത്തേക്ക് എത്തിക്കാനുള്ള നീക്കം നടക്കുന്നുവെന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല മുരാരി ബാബുവിനെ 4 ദിവസത്തേക്ക് മാത്രമാണ് കസ്റ്റഡിയിൽ ലഭിച്ചിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ മുരാരി ബാബുവിനെയും സന്നിധാനത്തേക്ക് തെളിവെടുപ്പിൻ്റെ ഭാഗമായി എത്തിക്കാനുള്ള സാധ്യത തള്ളിക്കളയാനാവില്ല. അതീവ രഹസ്യമായിട്ടാണ് അന്വേഷണ ഉദ്യോഗസ്ഥരുടെ നീക്കങ്ങൾ നടക്കുന്നത്. കാരണം മാധ്യമങ്ങൾക്ക് ഒരു തരത്തിലും ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണ പുരോഗതി സംബന്ധിച്ച വിവരങ്ങൾ മാധ്യമങ്ങളിലൂടെ പുറത്തു പോകാൻ പാടില്ല എന്ന നിർദ്ദേശം കോടതി ഉത്തരവായി തന്നെ ഹൈക്കോടതിയുടെ ഭാഗത്ത് നിന്ന് ഉദ്യോഗസ്ഥർക്ക് ലഭിച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ അതീവ രഹസ്യമായാണ് കേസിൻ്റെ അന്വേഷണവുമായി ബന്ധപ്പെട്ട തുടർ നീക്കങ്ങളൊക്കെ നടക്കുന്നത്. ഇപ്പോൾ സംശയം നിലനിൽക്കുന്നത് ഈ ദേവസ്വം ഉദ്യോഗസ്ഥനായ മുരാരി ബാബുവിനും വിവാദ സ്പോൺസറായ ഉണ്ണികൃഷ്ണൻ പോറ്റിക്കും അപ്പുറത്തേക്ക് 2019 ബോർഡ് ഭാരവാഹികളായ പത്മകുമാർ ഉൾപ്പെടെയുള്ളവരിലേക്ക് അന്വേഷണം എത്തുമോ എന്ന കാര്യത്തിലാണ്. അതായത് ഈ മിനിറ്റ്സിൽ ബോധപൂർവം സ്വർണം എന്ന വാക്ക് ഉപയോഗിക്കാതെ പകരം ചെമ്പെന്ന് എഴുതിയത് ആരുടെയും പ്രേരണയുടെ ഫലമായിട്ടാണോ അതോ അബദ്ധത്തിൽ സംഭവിച്ച പിഴവാണോ എന്ന അടക്കമുള്ള കാര്യങ്ങളിലാണ് വ്യക്തത വരുത്താനുള്ളത്. ഇത് ദേവസ്വം വിജിലൻസ് നേരത്തെ ഹൈക്കോടതിയിൽ സമർപ്പിച്ച റിപ്പോർട്ടിൽ പറഞ്ഞിരിക്കുന്നത് ബോധപൂർവം 2019 ബോർഡ് ഭാരവാഹികൾ വരുത്തിയ വീഴ്ചയാണ് ഈ സംഭവങ്ങളിലേക്ക് നയിച്ചിരിക്കുന്നത് എന്നാണ്. അങ്ങനെയെങ്കിൽ തുടർ നീക്കങ്ങൾ എങ്ങനെയെന്ന കാര്യത്തിലാണ് സംശയം നിലനിൽക്കുന്നത്. അതിൻ്റെ ഭാഗമായി വിശദമായ പരിശോധന ഈ മുരാരി ബാബുവിൻ്റെയും വിവാദ സ്പോൺസർ ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും മൊഴികളുടെ അടിസ്ഥാനത്തിൽ ദേവസ്വം ബോർഡിലെ മറ്റ് ഉദ്യോഗസ്ഥരെ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉൾപ്പെടെ നടത്തും എന്നാണ് അറിയാൻ കഴിയുന്നത്. എന്തായാലും വൈകാതെ തന്നെ സന്നിധാനത്തേക്ക് ഇവരെ തെളിവെടുപ്പിൻ്റെ ഭാഗമായി എത്തിച്ചേക്കുമെന്നാണ് സൂചന. യെസ്, ഡാൻ തുടരുക. ശശിനാരായണൻ കൂടി ചേരുന്നുണ്ട്. ശശിനാരായണൻ, കസ്റ്റഡി കാലാവധി അവസാനിച്ചതിനെ തുടർന്ന് പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. എന്തായിരിക്കും അന്വേഷണ സംഘത്തിൻ്റെ നീക്കം? വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെടാനുള്ള അപേക്ഷ സമർപ്പിച്ചിട്ടുണ്ടെന്നാണ് മനസ്സിലാക്കുന്നത്. തീർച്ചയായിട്ടും അന്വേഷണ സംഘം കസ്റ്റഡി അപേക്ഷ സമർപ്പിക്കാനാണ് തീരുമാനമെന്നാണ് നമുക്കിപ്പോൾ അറിയാൻ കഴിയുന്നത്. എന്തായാലും ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ റാന്നി കോടതിയിൽ ഇപ്പോൾ അല്പസമയം മുമ്പാണ് ഹാജരാക്കിയിരിക്കുന്നത്. കോടതി നടപടികൾ ആരംഭിച്ചിരിക്കുന്നു. അതിനുശേഷമായിരിക്കും ഒരുപക്ഷെ കസ്റ്റഡിയിലേക്ക് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ വീണ്ടും ആവശ്യപ്പെടാനുള്ള സാധ്യതയുള്ളത്. അതിന് കാരണം 2 കേസുകളാണ് ഈ ഉണ്ണികൃഷ്ണൻ പോറ്റിക്ക് മേലിൽ ഉള്ളത്, എഫ്ഐആർ ഇട്ടിട്ടുള്ളത്. അത് പ്രധാനമായും ഒന്ന് ഈ ദ്വാരപാല ശില്പങ്ങളിലെ സ്വർണ്ണ കവർച്ചയുമായി ബന്ധപ്പെട്ട്, രണ്ടാമത് കട്ടളപ്പാടിയിലെ സ്വർണം കവർന്നതുമായി ബന്ധപ്പെട്ട് ഈ 2 കേസുകളാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മേലുള്ള കുറ്റമായി എഫ്ഐആർ ചുമത്തിയിട്ടുള്ളത്. അതിൽ ഒരു കേസിൽ മാത്രമാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ അറസ്റ്റ് ചെയ്യുന്നത്. രണ്ടാമത്തെ കേസിലേക്കുള്ള അറസ്റ്റിലേക്ക് നീങ്ങാൻ സാധ്യതയുണ്ട്. എന്തായാലും ചെറുപക്ഷെ ഇന്ന് കോടതിയിൽ എന്താണ് സ്വീകരിക്കുക എന്നുള്ള കാര്യത്തെക്കുറിച്ച് അറിയില്ല. ഇപ്പോൾ നിലവിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയെ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. കസ്റ്റഡി കാലാവധി കഴിഞ്ഞ പശ്ചാത്തലത്തിലാണ് കോടതിയിൽ ഹാജരാക്കിയിട്ടുള്ളത്. അതിനുശേഷം ഒരുപക്ഷെ റിമാൻഡിൽ വീണ്ടും കസ്റ്റഡി വീണ്ടും വാങ്ങാനുള്ള തീരുമാനം ഉണ്ടോ എന്ന കാര്യത്തെക്കുറിച്ച് വ്യക്തതയില്ല. അല്പസമയത്തിന് മുമ്പ് അത് സംബന്ധിച്ചുള്ള കാര്യങ്ങൾ വ്യക്തമാവും. അങ്ങനെ കിട്ടിയാൽ ഒരുപക്ഷെ മുരാരി ബാബുവിന്റെ നാളെ കസ്റ്റഡി കാലാവധി അവസാനിക്കും. രണ്ടുപേരെയും ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്ത് മാധ്യമങ്ങളെ കാണുന്നു. തത്സമയ സംപ്രേഷണത്തിലേക്ക്. അതൊക്കെ ഞാനാണോ തീരുമാനിക്കേണ്ടത്? അല്ലല്ലോ. നിങ്ങൾ അല്ല, എന്റെ ചോദ്യം അതല്ല. നിങ്ങൾ എന്റെ അതൊക്കെ നിങ്ങൾ പറയോ? അതൊക്കെ പറയട്ടെ, ഞാൻ പറയട്ടെ. നിങ്ങൾ അങ്ങനെ അങ്ങ് ഒരു ഔത്സുക്യം കാണിക്കല്ലേ. വേറെ ഒരു ചാനലിനും കിട്ടാത്തൊരു കാര്യം നിങ്ങൾക്ക് എങ്ങനെയാണ് കിട്ടിയത്? അതവിടെ നിൽക്കട്ടെ, പറയൂ. ബാക്കി കാര്യം അതൊക്കെ ഞാൻ പറഞ്ഞില്ലേ, ഞങ്ങൾ ഇത് പുറത്തല്ലല്ലോ ചർച്ച ചെയ്യേണ്ടത്. ഇതിപ്പോ ഒരു കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ഏജൻസിയെ നിയോഗിച്ചിരിക്കുകയാണ്. അപ്പോൾ സ്വാഭാവികമായും
അത് കോടതിയുടെ നിരീക്ഷണത്തിലാണ് നടക്കുന്നത്. അന്വേഷണം നടക്കട്ടെ. അന്വേഷണവുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് ആ ഏജൻസിയെ സമീപിച്ച ഏജൻസിയെ ബോധ്യപ്പെടുത്തിയേ പോരെ. അപ്പം ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരം ഞങ്ങൾ അറിയിച്ചപ്പോൾ എന്താണോ അതിന്റെ പ്രൊസീജിയർ അതനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകും. അപ്പോൾ എല്ലാവർക്കും നിയമവ്യവസ്ഥകൾക്ക് ബാധകമല്ലേ. ആവശ്യമില്ലാത്തൊരു പ്രചരണം നിങ്ങൾ ഞാൻ പറയുന്നത് എന്നെ വേണമെങ്കിൽ അറസ്റ്റ് ചെയ്തോട്ടെന്നേ. അതിപ്പോൾ എന്താ കുഴപ്പം? ഞാൻ തുടക്കം മുതൽ ഞങ്ങൾ പറയുന്നത് എന്താ, തുടക്കം മുതൽ ഗവൺമെന്റ് ആയാലും ദേവസ്വം ബോർഡ് ആയാലും പറയുന്നത് എന്താ, ഇത് ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കണം, കൃത്യമായൊരു അന്വേഷണം വേണം. നമ്മളത് ആരോട് പറയുകയാണ്, കോടതിയോട് പറയുകയാണ്, സമഗ്രമായൊരു അന്വേഷണം. അത് ഏത് കാലഘട്ടം വരെ ആവട്ടെ, 98 മുതലാവട്ടെ, 2025 വരെ ആവട്ടെ, അതിലൊന്നും നമുക്ക് യാതൊരു പ്രയാസവുമില്ല. കോടതിയുടെ നിരീക്ഷണത്തിൽ നടക്കുമ്പോൾ ജനങ്ങൾക്ക് കൂടുതൽ വിശ്വാസമാണ്. അത് ഞങ്ങളാണ് ആവശ്യപ്പെട്ടത്. ഞങ്ങളുടെ സ്റ്റാൻഡിംഗ് കൗൺസിൽ മുഖാന്തരമാണ് ആവശ്യപ്പെട്ടത്. കോടതിയുടെ നിരീക്ഷണത്തിൽ ഒരു ശക്തമായ ഒരു അന്വേഷണം വേണം. ആ അന്വേഷണം 6 ആഴ്ചത്തേക്കാണ്. അതുവരെ നിങ്ങളൊന്ന് ക്ഷമിക്കുന്നേ. അല്ല, ഞാൻ പറയട്ടെ, അതായിക്കോട്ടെന്നേ. അതുകൊണ്ടാണല്ലോ അതൊക്കെ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. അത് നീക്കം ചെയ്യാൻ വേണ്ടി ഞങ്ങൾ കോടതിയെ സമീപിച്ചിട്ടുണ്ട്. കോടതി അത് ഞങ്ങൾക്ക് ചില ഡയറക്ഷൻ തന്നിട്ട് അത് ഞങ്ങൾ ചെയ്യും. നിങ്ങൾ ഇപ്പോഴേ അറസ്റ്റ് ചെയ്യാൻ എന്ത് ചെയ്യാൻ പറ്റും? എന്നെ അറസ്റ്റ് ചെയ്യുന്നവരെ നിങ്ങൾ സമയം എന്താ? എന്തിനാണ് ഇങ്ങനെയൊക്കെ പ്രചരിപ്പിക്കുന്നത്? നാണക്കേടല്ലേ? ആണെന്നേ ഞാൻ പറയുന്നത്. ഇതിന്റെ കാര്യങ്ങൾ നല്ല മികച്ച രീതിയിൽ അന്വേഷണം പോവുകയില്ല. ഞാൻ പറയുന്നത് വളരെ നല്ല രീതിയിലാണ് അന്വേഷണം പോകുന്നത്. ഉണ്ണികൃഷ്ണൻ പോരെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു, മുരാരിയെ അറസ്റ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി മറ്റു ഉദ്യോഗസ്ഥരിലേക്കും കാര്യങ്ങൾ പോകുന്നത് കേൾക്കുന്നു. ഏതാണ്ട് 600 ഗ്രാമിലധികം സ്വർണം സീസ് ചെയ്ത് കഴിഞ്ഞു. അന്വേഷണം ശരിയായ ദിശയിൽ പോവുകയല്ലേ. നമ്മളൊരു 6 ആഴ്ച കൂടി വെയിറ്റ് ചെയ്യൂ, കാര്യങ്ങൾ അറിയാമല്ലോ. തീർത്ഥാടന കാലത്ത് ഇത്തരത്തിലുള്ള വിവാദങ്ങളൊക്കെ ബാധിക്കും. ഏതാ? ആർക്കും തോന്നിയില്ലല്ലോ. നിങ്ങൾക്ക് തോന്നിയോ? ആർക്കും തോന്നിയില്ലല്ലോ. ഞാൻ പറയുന്നത് ആർക്കും തോന്നിയില്ലല്ലോ. ഞാൻ പറയുന്നത് അവിടെ അഡ്വക്കേറ്റ് കമ്മീഷൻ ഉണ്ടായിരുന്നു, സ്പെഷ്യൽ കമ്മീഷൻ ഉണ്ടായിരുന്നു, അവിടെ ഒട്ടേറെ ഉദ്യോഗസ്ഥന്മാരുണ്ടായിരുന്നു. ഇതൊക്കെ നമ്മൾ പിന്നീടല്ലേ ഇതൊക്കെ അറിയുന്നത്. ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ തുടക്കം മുതൽ ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് ഉപ്പ് നിന്നും വെള്ളം കുടിക്കട്ടെ. ആരെങ്കിലും അത് കട്ടിട്ടുണ്ടെങ്കിൽ ആ കട്ടവരൊക്കെ അകത്ത് പോട്ടെ. അത് ഞാനാണെങ്കിൽ ഞാനും പോട്ടെ. ഞങ്ങളുടെ സ്റ്റാൻഡ് അതാണ്. ഞങ്ങളുടെ ഒരു സ്റ്റാൻഡ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ ഒരു അന്വേഷണത്തിലും ഭയക്കുന്നില്ല. ഞങ്ങൾ കാര്യങ്ങൾ നന്നായി, ഭഗവാന്റെ ഒരു തരി പൊന്നെങ്കിലും ആരെങ്കിലും കട്ടുകൊണ്ടു പോയിട്ടുണ്ടെങ്കിൽ അത് തിരിച്ചെടുക്കണം, അത് തിരിച്ചു പിടിക്കണം. അതിന് നേതൃത്വം കൊടുത്തവർ കൽത്തുറങ്കിൽ അടയ്ക്കണം. ദേവസ്വം ബോർഡ് പ്രസിഡന്റ് PS പ്രശാന്താണ് മാധ്യമങ്ങളെ കാണുന്നത്. അന്വേഷണം അതിന്റെ വഴിക്ക് പോകട്ടെ, നീതിപൂർവമായ അന്വേഷണം നടക്കുന്നുണ്ട്. ഉപ്പ് തിന്നുന്നവർ വെള്ളം കുടിക്കുക, താനാണേലും തെറ്റ് ചെയ്താലും തന്നെയും ജയിലിലിടാം, താൻ അകത്തു പോകാം എന്നാണ് PS പ്രശാന്ത് പറയുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ ഈ കേസ്, അതായത് ശബരിമല സ്വർണ്ണമോഷണ കേസുമായി ബന്ധപ്പെട്ട് 1-ാം പ്രതി ഉണ്ണികൃഷ്ണൻ പോറ്റിയെ ഇപ്പോൾ കോടതിയിൽ ഹാജരാക്കിയിട്ടുണ്ട്. വീണ്ടും കസ്റ്റഡി ആവശ്യപ്പെട്ടിട്ടുണ്ട് അന്വേഷണ സംഘം. കോടതിയിൽ കസ്റ്റഡി അനുവദിച്ചു കഴിഞ്ഞാൽ 2-ാമത്തെ കേസിൽ അറസ്റ്റ് ഉണ്ടാകും. ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും മുരാരി ബാബുവിനെയും സന്നിധാനത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്താനുള്ള നീക്കവും അന്വേഷണ സംഘം ആലോചിക്കുന്നുണ്ട്. പേരാമ്പ്ര സംഘർഷത്തിൽ ആരോപണ വിധേയനായ DYSP ഹരിപ്രസാദിനെതിരെ ഭീഷണി പ്രസംഗവുമായി കോഴിക്കോട് DCC പ്രസിഡന്റ് K പ്രവീൺകുമാർ. ഹരിപ്രസാദിനെ കോഴിക്കോടേക്ക് സ്ഥലം മാറ്റിയിട്ടുണ്ട്. കാക്കിയിട്ട് ക്രിമിനലാണ് ഹരിപ്രസാദ്. കാക്കിയിട്ട് ജോലിക്കിറങ്ങിയാൽ എന്ത് ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് കാണിച്ചു തരാമെന്നും K പ്രവീൺകുമാർ ഭീഷണിപ്പെടുത്തി. പേരാമ്പ്ര സംഘർഷവുമായി ബന്ധപ്പെട്ട് DYSP ഹരിപ്രസാദിന്റെ വീട്ടിലേക്ക് യൂത്ത് കോൺഗ്രസ് നടത്തിയ മാർച്ച് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു DCC അധ്യക്ഷൻ. DYSP എന്ന് വിളിക്കാൻ പറ്റുമോ? ഇവന് ഈസ് ദ ക്രിമിനൽ ഓഫീസർ ഇൻ ദ പോലീസ് ഫോഴ്സ്. ആ ക്രിമിനലിനെയാണ് ഞങ്ങളുടെ സമരം. കോഴിക്കോട്ടേക്ക് വന്നിട്ട് ട്രാൻസ്ഫർ ആയിട്ട് വരട്ടെ. ഈ യൂത്ത് കോൺഗ്രസ്സുകാർക്ക് അവിടെ ഉണ്ടാവും. ഞാൻ അത്രേ പറയുള്ളൂ. കാക്കിയിട്ട് ലാത്തിയുമായി പുറത്തിറങ്ങി നീ നിയമപാലകനായാൽ എന്ത് ചെയ്യുമെന്ന് യൂത്ത് കോൺഗ്രസ് തീരുമാനിക്കുമെന്ന് മാത്രം ഞാൻ പറഞ്ഞു വെക്കുകയാണ്. വിശദാംശങ്ങളുമായി കോഴിക്കോട് നിന്ന് MS അനീഷ് കുമാർ ചേരുന്നുണ്ട്. അനീഷ്, ഇത് കോൺഗ്രസും പോലീസും തമ്മിൽ നേർക്കുനേർ ഏറ്റുമുട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നു. അതായത് പേരാമ്പ്ര സംഘർഷത്തിന് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക്, അതായത് ആരോപണ വിധേയരായ പോലീസ് ഉദ്യോഗസ്ഥരുടെ വീട്ടിലേക്ക് കോൺഗ്രസ് മാർച്ച് നടത്തുന്നു. അതിനിടെ ഇന്നലെ അഭിലാഷ് ഡേവിഡ്, CA അഭിലാഷ് ഡേവിഡ് ഷാഫി പറമ്പിൽ MPക്കെതിരെ പോലീസിൽ നിയമ നടപടി ആവശ്യപ്പെട്ടുകൊണ്ട് പരാതി നൽകുന്നു. ഈ നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോൺഗ്രസിൻ്റെ പ്രതിഷേധം, പോലീസിനെതിരായ പ്രതിഷേധം കൂടുതൽ
കടുപ്പിക്കുകയാണോ? അതിൻ്റെ ഭാഗമായിട്ടാണോ പ്രവീൺ കുമാറിൻ്റെ DCC അധ്യക്ഷൻ്റെ ഈ ഭീഷണി പ്രസംഗം? ടോമ്, പേരാമ്പ്രയിലെ സംഘർഷങ്ങൾക്ക് പിന്നാലെ പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നിശിത വിമർശനവുമായി നേരത്തെ കോൺഗ്രസ് രംഗത്തെത്തിയിരുന്നു. അതിൽ തന്നെ ഷാഫി പറമ്പിൽ MP-യെ മർദ്ദിക്കാൻ നേതൃത്വം നൽകിയതെന്ന് കണ്ടെത്തിയ ചില പോലീസുകാരുടെ പട്ടികയടക്കം പുറത്തുവിടുകയും ചെയ്തു. ഇതിൽ പ്രധാനപ്പെട്ട ആളുകളാണ് വടകര DYSP ആയിരുന്ന ഹരിപ്രസാദ്, ഒപ്പം പേരാമ്പ്ര DYSP ആയ സുനിൽ എന്നിവർ. ഇവർക്കെതിരെ നിരന്തരമായി ആക്രമണങ്ങൾ അഴിച്ചുവിടുകയും ചെയ്തിരുന്നു. ഇതിനു പിന്നാലെ വിഷ്ണു എന്ന TP രാമകൃഷ്ണൻ, ഈ LDF കൺവീനർ, സ്ഥല MLA കൂടിയായ TP രാമകൃഷ്ണന്റെ അയൽവാസിയായ ഒരു പോലീസുകാരൻ്റെ പേരും മറ്റുമൊക്കെ വെച്ച് സൈബർ ആക്രമണങ്ങളും നടത്തിയിരുന്നു. ഇതിനുശേഷമാണ് പിന്നീട് അഭിലാഷ് ഡേവിഡ് എന്ന ഉദ്യോഗസ്ഥനാണ്, വടകര കൺട്രോൾ റൂം CI ആയ അഭിലാഷ് ഡേവിഡാണ് ഷാഫി പറമ്പിലിൻ്റെ തലക്കടിച്ചതെന്ന് ഇവർ വെളിപ്പെടുത്തുകയും അതിൻ്റെ ദൃശ്യങ്ങളും ചിത്രങ്ങളും ഒക്കെ പുറത്തുവിടുകയും ചെയ്തു. ഒപ്പം ഈ ഇത്തരം അതിക്രമങ്ങൾക്ക് മുഴുവൻ നേതൃത്വം നൽകിയത്, അല്ലെങ്കിൽ കോൺഗ്രസ് പ്രവർത്തകരെ മർദ്ദിക്കാനായി നേതൃത്വം നൽകിയത് ഈ 2 DYSPമാരുടെ നേതൃത്വത്തിലാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. യാതൊരു സംഘർഷവും നിലനിൽക്കാത്ത ഒരു സ്ഥലമായിരുന്നു. സമാധാനപൂർവ്വമായി കോൺഗ്രസ് പ്രവർത്തകർ സമരം നടത്തുമ്പോൾ ഒരു മുന്നറിയിപ്പ് പോലുമില്ലാതെ അവിടേക്ക് ടിയർ ഗ്യാസ് പ്രയോഗിക്കുകയും ലാത്തി വീശുകയും ഒക്കെ ചെയ്തത് ഈ 2 DYSPമാരുടെയും ഉത്തരവിൻ്റെ അടിസ്ഥാനത്തിലാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. ഇവർക്കെതിരെ നടപടി ആവശ്യപ്പെട്ട് ഈ 2 DYSPമാരും ഒപ്പം അഭിലാഷ് ഡേവിഡും മറ്റ് 1-2 പോലീസുകാരടക്കമുള്ളവർക്കുമെതിരെ നടപടി ആവശ്യപ്പെട്ട് DGPക്ക് അടക്കം പരാതി നൽകിയിരുന്നു കോൺഗ്രസ് പ്രവർത്തകർ. അപ്പോൾ കോൺഗ്രസ് ജില്ലാ കമ്മിറ്റി പക്ഷേ അതിന്മേൽ യാതൊരു നടപടികളുണ്ടായും ഇല്ല എന്ന് മാത്രമല്ല, ഈ സ്ഫോടക വസ്തു പോലീസിന് നേരെ ഉപയോഗിച്ചു എന്ന് ആരോപിച്ച് കോൺഗ്രസിൻ്റെ നിരവധി പ്രവർത്തകർക്കെതിരെ കേസെടുക്കുകയും അവർ റിമാൻഡിൽ കഴിയുകയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ട്. ഇതുകൂടി പരിഗണിക്കുമ്പോഴാണ് പോലീസിനെതിരെ നിലപാട് കടുപ്പിക്കാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഒരു വശത്ത് കോൺഗ്രസ് പ്രവർത്തകരെ അറസ്റ്റ് ചെയ്യുമ്പോൾ മറുവശത്ത് ഷാഫി പറമ്പിലിനെ ആക്രമിച്ചു എന്നതുമായി ബന്ധപ്പെട്ട് യാതൊരു കേസും രജിസ്റ്റർ ചെയ്തിട്ടില്ല. ഇതുമായി ബന്ധപ്പെട്ട് പോലീസ് ഉദ്യോഗസ്ഥർക്കെതിരെ നടപടികൾ എടുക്കുന്ന ഒരു നിലപാടും സർക്കാരിൻ്റെ ഭാഗത്തുനിന്നും ഉണ്ടാവുന്നില്ല. അതുകൊണ്ട് തന്നെയാണ് ഇനി സർക്കാർ ഓഫീസുകൾക്കപ്പുറം ഈ ഉദ്യോഗസ്ഥരുടെ വീടുകളിലേക്ക് മാർച്ച് നടത്തുന്നതിനായുള്ള ഒരു തീരുമാനത്തിലേക്ക് എത്തിയിരിക്കുന്നത്. ഇന്ന് തന്നെ പേരാമ്പ്രയിലുള്ള ഹരിപ്രസാദിൻ്റെ വീട്ടിലേക്കാണ് യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ മാർച്ച് നടത്തിയത്. അദ്ദേഹം അന്ന് നടന്ന സംഘർഷത്തിൽ കൈക്ക് പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുകയാണ്. അദ്ദേഹം വീട്ടിലുണ്ടായിരുന്ന സമയത്ത് തന്നെയാണ് അവിടേക്ക് മാർച്ച് നടത്തുകയും ചെയ്തത്. എന്തായാലും പോലീസ് ബാരിക്കേഡുകൾ ഉപയോഗിച്ച് ഈ മാർച്ച് തടഞ്ഞ് പിന്നീട് ഉദ്ഘാടന പ്രസംഗത്തിന് ശേഷം വീണ്ടും ബാരിക്കേഡുകൾ ഭേദിച്ച് മറുവശത്തേക്ക് കടക്കാൻ ശ്രമിച്ചെങ്കിലും പോലീസ് മുന്നറിയിപ്പ് ബോർഡ് കാണിച്ചു. അതായത് ഈ അന്യായമായ ആൾക്കൂട്ടമാണ്, അത് നിയമവിരുദ്ധമായി സംഘം ചേർന്നിരിക്കുന്നതാണ്, ഉടൻ പിരിഞ്ഞു പോയില്ലെങ്കിൽ ടിയർ ഗ്യാസ് പ്രയോഗിക്കും എന്ന മുന്നറിയിപ്പ് നൽകി. എന്തായാലും ഉടൻ തന്നെ അവിടെ നിന്ന് പ്രവർത്തകർ പിരിഞ്ഞു പോകുന്ന ഒരു കാഴ്ച നമുക്ക് കാണാനും കഴിഞ്ഞു. പക്ഷേ യൂത്ത് കോൺഗ്രസ് നേതാക്കളുടെയും കോൺഗ്രസ് നേതാക്കളുടെയും ഒക്കെ ഭാഗത്തുനിന്നും രൂക്ഷമായ വിമർശനങ്ങളും ഭീഷണിയുമാണ് ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉയർന്നത്. പ്രത്യേകിച്ചും ഈ ഹരിപ്രസാദ് വടകര DYSP ആയിരുന്നു. അദ്ദേഹത്തിന് കോഴിക്കോട് മെഡിക്കൽ കോളേജ് ACP ആയി പുതിയ സ്ഥാനമാറ്റം ലഭിച്ചിട്ടുണ്ട്. അദ്ദേഹം അടുത്ത ദിവസം തന്നെ ചാർജ് എടുക്കാനിരിക്കുകയുമാണ്. ആ ഘട്ടത്തിലാണ് ഈ ലാത്തിയും യൂണിഫോമുമായി പുറത്തേക്ക് ഇറങ്ങിയാൽ യൂത്ത് കോൺഗ്രസ് പ്രവർത്തകർ കാണിച്ചു തരുമെന്ന ഭീഷണി അദ്ദേഹത്തിന് മുഴങ്ങുന്നത്. ഒപ്പം ഒരു DYSP റാങ്കിലുള്ള പോലീസ് ഉദ്യോഗസ്ഥൻ ക്രിമിനലാണ് എന്ന് പലവട്ടം ആവർത്തിച്ച് പറയുകയും ചെയ്യുന്നു. ഈ പ്രവീൺ കുമാറിനൊപ്പം മറ്റ് യൂത്ത് കോൺഗ്രസ് നേതാക്കളും സമാനമായ രീതിയിൽ തന്നെ വലിയ പ്രകോപനം ഉള്ള പ്രസംഗമാണ് അവിടെ നടത്തിയത്. ഇപ്പോൾ ഈ ബോംബ് സ്ഫോടനം എന്ന പേരിൽ പ്രവർത്തകർക്കെതിരെ കേസെടുക്കുമ്പോൾ നിങ്ങളൊക്കെ ഇരിക്കുന്ന ഓഫീസിലെത്തി ഇക്കാര്യം ചെയ്യാൻ ഞങ്ങൾക്കറിയാം, കാല് തല്ലിയൊടിക്കാൻ അറിയാം, ചില്ലുകൾ തല്ലിപ്പൊട്ടിക്കാൻ അറിയാം, വീടിൻ്റെ ചില്ലുകൾ പൊട്ടി വീഴും എന്നൊക്കെ അടക്കമുള്ള പലതരത്തിലുള്ള പ്രകോപന മുദ്രാവാക്യങ്ങളും പ്രകോപന പ്രസംഗങ്ങളും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ ഉണ്ടാവുകയും ചെയ്തു. എന്തായാലും ഇത്തരം ഒരു സമ്മർദ്ദത്തിൻ്റെ അടിസ്ഥാനത്തിലെങ്കിലും ഈ ഉദ്യോഗസ്ഥർക്കെതിരെ അന്വേഷണം നടത്തുമെന്ന ഒരു പ്രതീക്ഷയാണുള്ളത്. ഇതുണ്ടായില്ലെങ്കിൽ വീണ്ടും ശക്തമായ സമരങ്ങളുമായി വ്യക്തമാണ്. കോഴിക്കോട് MS അനീഷ് കുമാറാണ് വിവരങ്ങൾ നൽകിയത്. അനീഷ് സൂചിപ്പിച്ചതുപോലെ വലിയ പ്രതിഷേധം പോലീസിനെതിരെ സംഘടിപ്പിക്കാനൊരുങ്ങുകയാണ് കോഴിക്കോട്ടെ കോൺഗ്രസ് നേതൃത്വം. അതിനിടെയാണ് DYSP ഹരിപ്രസാദിനെതിരെ ഭീഷണി പ്രസംഗവുമായി DCC അധ്യക്ഷൻ K പ്രവീൺ കുമാർ രംഗത്തെത്തിയത്. സ്പോട്ട് ലൈവ് പൂർണ്ണമാകുന്നു. നമസ്കാരം.